ഇപ്പോൾ തുടങ്ങാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ വിചാരണ ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. വരൂ, ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മുടെ അതിഥി ആരാണെന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവ്. വലിയ വലിയ നേതാക്കന്മാരെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് ഇദ്ദേഹത്തിനറിയാം. ഇലക്ഷനിൽ എങ്ങനെ ജയിക്കണമെന്നും ഇദ്ദേഹത്തിനറിയാം. സൗത്ത് ഇന്ത്യയിലെ പ്രസിദ്ധരായ രാഷ്ട്രീയക്കാരിൽ ഇദ്ദേഹവും ഒരാളാണ്. ചെറുപ്പക്കാരനാണ്, വൈബ്രന്റായ ആള്. പ്ലീസ് വെൽക്കം തെലങ്കാനയുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. ഇനി അടുത്തതായി ആപ്കി അദാലത്തിൽ ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ നമ്മുടെ ജഡ്ജി പങ്കജ് ഭൂരെയാണ്. പ്രസിദ്ധനായ ജേർണലിസ്റ്റായ പങ്കജ് ഭൂരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. താങ്കൾ വരുന്ന സമയത്തിട്ട് ആ പാട്ട് നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കേൾക്കാം. ഈ പാട്ടിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല സർ. നിങ്ങൾ തെലുഗു ലാംഗ്വേജ് പഠിക്കണം സർ. കാരണം നിങ്ങൾ തെലുഗു ലാംഗ്വേജ് പഠിച്ചാലാണ് തെലങ്കാന ജനങ്ങളെക്കുറിച്ചും തെലങ്കാനയുടെ ജനങ്ങൾ എങ്ങനെയാന്നുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതിനെന്താ അർത്ഥം എന്ന് വെച്ചാൽ, ഒരു 3 വർണ്ണ കൊടിയെടുത്ത് ഒരു വീരൻ ഇറങ്ങിയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് രേവന്ത് ചേട്ടൻ. അത് കോൺഗ്രസിന്റെ കാഡർ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്. അതിനൊപ്പം തെലങ്കാന ജനങ്ങളുടെ മനസ്സിൽ രാഷ്ട്രീയത്തിനെക്കുറിച്ച് എന്താ ഉള്ളതെന്നും അടുത്തതായിട്ട് ജനങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും ആ സീക്വൽ ഓഫ് എമോഷനാണ് ഈ പാട്ട്. ഒരാൾ ഈ പാട്ടുണ്ടാക്കി തന്നിരുന്നു, പാദയാത്രയിൽ ഈ പാട്ട് ഇട്ടു തരാനായിട്ട്. എല്ലാവരും ഇതിന് ഡാൻസ് കളിക്കുന്നുണ്ട്. പ്രിയങ്ക മാമും രാഹുൽ സാറും കളിക്കും. ഈ പ്രോഗ്രാമിന്റെ സമയത്ത് കളിച്ചിരുന്നു. ഇന്നത്തെ വിചാരണ തുടങ്ങാവുന്നതാണ്. തെലങ്കാനയുടെ മുഖ്യമന്ത്രിയുടെ മേൽ ആദ്യത്തെ കുറ്റം ആരോപിക്കുന്നതിന് മുൻപ് രേവന്ത് റെഡ്ഡിയുടെ പൊളിറ്റിക്കൽ കരിയർ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി രേവന്ത് റെഡ്ഡി, തെലങ്കാനയുടെ മുഖ്യമന്ത്രി, സ്റ്റേറ്റിന്റെ വളരെ പോപ്പുലറായ നേതാവ്. അദ്ദേഹം വളരെ നല്ലൊരു ക്യാമ്പയിനറാണ്, മെറ്റിക്കുലസ് പ്ലാനറാണ്. രേവന്ത് റെഡ്ഡി ഹൈദരാബാദിലുള്ള ഒസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ ആർട്സ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കി. രേവന്ത് റെഡ്ഡി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയർ ABBPയിൽ ഒരു സ്റ്റുഡന്റ് ലീഡറായിട്ടാണ് തുടങ്ങിയത്. അദ്ദേഹം ഒരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റായി MLC ആയി തിരഞ്ഞെടുത്തു. അതിനുശേഷം അദ്ദേഹം ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടിയിൽ ജോയിൻ ചെയ്തു. TDPയിൽ നിന്നും ആന്ധ്രാപ്രദേശ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2014 രേവന്ത് റെഡ്ഡി തെലങ്കാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം TDPയുടെ ഫ്ലോർ ലീഡറായി മാറി. 2017 രേവന്ത് റെഡ്ഡി രാഹുൽ ഗാന്ധിയുടെ ക്ഷണപ്രകാരം കോൺഗ്രസിൽ ജോയിൻ ചെയ്തു. രേവന്ത് റെഡ്ഡി നിയമസഭാ ഇലക്ഷനിൽ തോറ്റുപോയി. പക്ഷേ ഇദ്ദേഹത്തിന്റെ കഠിന പരിശ്രമം മൂലം തെലങ്കാനയിൽ കോൺഗ്രസിന്റെ കൊടി വീണ്ടും ഉയർത്തി. അസംബ്ലി ഇലക്ഷന് ഏകദേശം 2 വർഷം മുൻപ് രേവന്ത് റെഡ്ഡിയെ തെലങ്കാനയുടെ കോൺഗ്രസ് നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. രേവന്ത് റെഡ്ഡി KCRക്കെതിരായി വളരെ വിജയകരമായ ക്യാമ്പയിനിങ് ചെയ്തു. ജനങ്ങൾക്ക് വളർച്ചയുടെ ഗ്യാരണ്ടി നൽകി. കോൺഗ്രസും ജയിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ ആകണമെന്ന സ്വപ്നം നിറവേറി. പവർഫുൾ ഓറിയേറ്റർ, ഫുട്ബോളർ, സിനിമ ഇഷ്ടപ്പെടുന്ന വ്യക്തി രേവന്ത് റെഡ്ഡി ആപ്കി അദാലത്തിൽ അദ്ദേഹത്തിനെതിരായ കുറ്റങ്ങളെ സ്വയം വാദിക്കുന്നതായിരിക്കും. വരൂ, ആപ്കി അദാലത്തിൽ ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. തെലങ്കാന മുഖ്യമന്ത്രിയുടെ മേൽ ചുമത്തപ്പെട്ട ആദ്യത്തെ കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ രേവന്ത് റെഡ്ഡിയുടെ മേൽ ചുമത്തപ്പെട്ട കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നു. റെഡ്ഡി സാർ, കുട്ടിക്കാലത്ത് താങ്കളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഞാനൊന്ന് നോക്കി.
വളരെ നന്നായിട്ട് പഠിച്ചിരുന്നു, ടോപ്പറായിരുന്നു. വീട്ടിലെല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു. താങ്കളുടെ അച്ഛനും ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. അന്നു മുതലേ ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ലെന്നുള്ളതൊക്കെ എന്റെ ഇഷ്ടമാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നോ അത് താങ്കൾ ചെയ്തിരിക്കും. അതല്ലേ ആവശ്യം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നേറണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് വിചാരിക്കുന്നോ അത് ചെയ്താലേ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചിന്തിച്ചോ ഇന്നതിന്റെ റിസൾട്ട് നിങ്ങൾ കാണുന്നില്ല. ഇപ്പോൾ എന്റെ മനസ്സ് പറയുന്നത് കേട്ടുകൊണ്ടാണ് ഞാനിന്ന് ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ജോലിയിലൊക്കെ ഗവൺമെന്റ് ഓഫീസിൽ എന്തെങ്കിലും ഒന്ന് കാണിച്ചോണ്ടിരുന്നേനെ, എന്തെങ്കിലുമൊക്കെ ഒരു ജോലി എടുത്തോണ്ടിരുന്നേനെ. എന്റെ സ്വന്തക്കാരെല്ലാവരും US-ലാണ് ഇരിക്കുന്നതൊക്കെ. US-ൽ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയേനെ. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു പണി എടുത്തേനെ. നമുക്കിന്ന് എന്ത് പണി വേണമെങ്കിലും ആക്ച്വലി എടുക്കാമല്ലോ. എന്റെ സ്വപ്നം സഫലമായി. താങ്കൾ കുട്ടിക്കാലത്ത് ധാരാളം കുസൃതികൾ കാണിക്കും, പക്ഷേ ആരുടെ മുന്നിലും കുടുങ്ങില്ല. സത്യമാണോ? ഞാനതൊന്നും ബിലീവ് ചെയ്യില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് കുസൃതി കാണിഞ്ഞതൊക്കെ സമ്മതിക്കുന്നത്? ആരെങ്കിലും എന്നെ പിടിച്ചാലല്ലേ ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്നതെന്ന് അറിയുള്ളൂ. ഞാൻ പിടിക്കപ്പെട്ടില്ലല്ലോ ഇതുവരെ. പല കാര്യങ്ങളും താങ്കളുടെ സ്വന്തം തീരുമാനം കാണിക്കുന്നു. താങ്കളുടെ അമ്മ ഒരു പഴയ വീട്ടിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതൊരു 300 വർഷം പഴയ വീടാണ്. താങ്കളുടെ അമ്മയോട് പോലും ചോദിക്കാതെ ആ വീട് ഇടിച്ചു കളയുന്നു. താങ്കൾ അമ്മയോട് പോലും പറയാതാണ് ഈ കാര്യം ചെയ്തതെന്നറിഞ്ഞു. അതെ, അത് വളരെ പഴയ വീടാ. അതായത് എന്റെ മുത്തച്ഛന്റെ വീടാണ് ആ പഴയ വീട്. ഏറ്റവും വലിയ വീടായിരുന്നു അത്. ഞങ്ങൾ 7 ബ്രദേഴ്സ് എൻ്റെ ഒരു സിസ്റ്ററാ. ഞങ്ങൾ 7 പേരും പുറത്തു വന്നു അവിടുന്ന്. ചിലർ US-ലോട്ട് പോയി, ചില പേര് ഹൈദരാബാദിലോട്ട് വന്നു, ചില ആൾക്കാർ അവിടെ ഇവിടെ നിന്നൊക്കെ ഇരിക്കുന്നു. നാട്ടിലാരും ഇരിക്കത്തില്ല, അമ്മ തനിച്ചാണ് അവിടെ ഇരിക്കുന്നത്. വീട് ഒത്തിരി പഴയതായി, അതിന്റെ മെയിൻ്റനൻസും അങ്ങോട്ട് കൂടി വന്നു. അമ്മ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ജീവനോട് അമ്മ ഇരിക്കുന്നവരെ അവിടെ ഇരിക്കത്തുള്ളൂ എന്ന്. അതുകൊണ്ട് ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ അവരുടെ കഷ്ടം എങ്ങനെയെങ്കിലും തീർക്കണമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ അമ്മയെ ഹൈദരാബാദിലോട്ട് വിളിച്ചോണ്ട് വന്നു. JCB അയച്ച് വീടിനെ ഇടിച്ച് തള്ളാൻ പറഞ്ഞു. ഒരാഴ്ചയ്ക്ക് ശേഷം വീട് ഇടിച്ചതിന് ശേഷം അമ്മ ആ കാര്യം അറിഞ്ഞു. എങ്ങനെയോ അന്ന് അമ്മ വല്ലാണ്ട് ദേഷ്യപ്പെട്ടു. ആക്ച്വലി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചു. താങ്കൾക്ക് എങ്ങനെ തോന്നി ചെയ്തു? താങ്കളുടെ പ്രേമത്തിന്റെ കാര്യത്തിലും ഇന്റർ കോളേജിൽ താങ്കൾ പെൺകുട്ടിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടിയെന്ന് കേട്ടു. അത് പിന്നെ പ്രേമിച്ച് കല്യാണം കഴിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചല്ലേ പറ്റുള്ളൂ. പക്ഷേ ഞാനെന്താ അറിഞ്ഞെന്ന് വെച്ചാൽ അവരുടെ പേരൻസിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. താങ്കളുടെ അടുത്തുനിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പെണ്ണിനെ ഡൽഹിയിലേക്ക് അയച്ചെന്നാണ് കേട്ടത്. ഡൽഹി തന്നെ അത്ര ദൂരത്തിലാണോ ഉള്ളത്? ഇന്നൊക്കെ 7 കടൽ തള്ളിയിരുന്നാൽ പോലും അവരൊക്കെ പോയി കാണുമല്ലേ. ഡൽഹി അത്ര വലിയ കാര്യമല്ലല്ലോ. അവരത് അയച്ചു വന്ന് ഞാൻ എൻ്റെ പിന്നാലെ പോയി. അന്നാണ് ഞാൻ ഡൽഹി ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം ഇന്നാണ് നിങ്ങൾ വിളിച്ചപ്പോൾ വന്നത്. പിന്നെ എങ്ങനെയാണ് താങ്കൾ വിവാഹം കഴിച്ചത്? അറേഞ്ച്ഡ് ലവ് കം അറേഞ്ച്ഡ് മാരേജ്. ഞങ്ങള് പ്രേമിച്ചു, അവര് മാരേജ് അറേഞ്ച് ചെയ്തു. താങ്കളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ താങ്കൾ ഒരു നല്ല ഓറിയേറ്ററാണ്, നല്ല പെയിന്ററാണ്, നല്ല റൈറ്ററാണ്, തിങ്കർ. അങ്ങനെയുള്ളപ്പോൾ താങ്കൾ എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്? രാഷ്ട്രീയം എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ എൻ്റെ വലിയേട്ടൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഗ്രാമത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. ഞങ്ങളുടെ ഗ്രാമം എങ്ങനെയാന്ന് വെച്ചാൽ അവിടെ ഏകദേശം ഒരു 2000 പേരെ കാണത്തുള്ളൂ. പക്ഷേ ഞങ്ങളുടെ ഗ്രാമം ഒരു ഫ്രാക്ഷൻ വില്ലേജാണ്. അതായത് ഞങ്ങളുടെ ഗ്രാമത്തിൽ എപ്പോഴും പ്രശ്നം, അടിയും കുത്തും, എപ്പോഴും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാ. അച്ഛനെയും സെഷൻ കോർട്ടിൽ കേസിട്ട് കൺവിൻസ് ചെയ്തിരുന്നു. അതെ, അതിനുശേഷം ഹൈക്കോടതി അപ്പീൽ ചെയ്തു. അത് മറ്റൊരു കാര്യം. തെറ്റായ കേസിട്ടു എന്നും പറഞ്ഞ് അന്ന് എൻ്റെ ചേട്ടൻ്റെ അടുത്ത് ഇന്റർമീഡിയറ്റിലുള്ള സമയത്ത് ഒരു പോലീസ് ഓഫീസർ പറഞ്ഞിരുന്നു, ഈ ഗ്രാമത്ത് നല്ല മുന്നേറ്റം വരണമെന്ന് വെച്ചാൽ ആദ്യം ഇവരൊക്കെ ഇവിടുന്ന് പറഞ്ഞു വിടണം. അതായത് ഈ നാട്ടിൽ നിന്ന്. ഞങ്ങളുടെ നാട്ടിൽ തനിയെ ഗ്രൂപ്പ്സ് കുറേ വഴക്കൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഞങ്ങളുടെ നാട്ടിൽ ഒരു 30-40 വർഷത്തിന് ആരും സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ട് പോലുമില്ല. അന്ന് എൻ്റെ ചേട്ടന് പോലീസ് കോൺസ്റ്റബിളായിട്ട് ജോലി കിട്ടിയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ വലിയ ലാൻഡ് ലോഡ്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബം ഒരു റെപ്യൂട്ടഡ് ഫാമിലിയാണ്. ഇവൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലീസ് ഓഫീസറായിട്ട് പോയി ജോയിൻ ചെയ്യുന്നു, അതും കോൺസ്റ്റബിളായിട്ട് ചേർന്നപ്പോൾ എല്ലാവരും വളരെ ആശ്ചര്യപ്പെട്ടിരുന്നു. കുറേ വർഷത്തിന് ആര് സ്വന്തക്കാർ പോലും വീട്ടിലോട്ട് വരാണ്ടാണ് ഇരുന്നത്. എന്തിനു വേണ്ടിയാണ് ഇവർ ചെറിയ ചെറിയ പണിയൊക്കെ എടുത്തോണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ചേട്ടൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇവരെല്ലാവരും നമ്മൾ പറയുന്ന കേൾക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും രാഷ്ട്രീയത്തിലോട്ട് വന്നേ പറ്റൂ എന്നാണ്. രാഷ്ട്രീയം കൊണ്ട് മാത്രമേ ഇതൊക്കെ മാറ്റാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞു. അന്ന് ഞങ്ങളുടെ ചേട്ടൻ ഗ്രാമത്തിൽ നിന്ന് ചേട്ടൻ എവിടെ വർക്ക് ചെയ്തോ അങ്ങോട്ട് ഞങ്ങളൊക്കെ വിളിച്ചോണ്ട് പോയിരുന്നു. കുറച്ച് പുറത്തോട്ടാണ്. കാരണം അന്ന് ഞങ്ങളുടെ അച്ഛൻ്റെ മേത്ത് ആ കേസ് ഇടുന്നത് വരെ രാഷ്ട്രീയത്തിലുള്ളവരൊക്കെ അങ്ങോട്ട് വരുവാണെങ്കിൽ ആദ്യം നമ്മുടെ വീട്ടിലോട്ടാണ് വരുന്നത്. അവരൊക്കെ വേറെ ഓപ്ഷനൊന്നുമില്ല, നേരെ വീട്ടിലോട്ടാണ് അവരൊക്കെ വരുന്നത്.
വോട്ട് ചോദിച്ചു വന്നാൽ പോലും ആദ്യം വീട്ടിലോട്ടാണ് വരുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയക്കാർ വരണമെങ്കിൽ ആദ്യം വീട്ടിലോട്ട് തന്നെ വരും. പോലീസ് ഓഫീസർ വന്നാലും ആദ്യം വീട്ടിലോട്ടാണ് വരുന്നത്. കേസായതിനു ശേഷം, ഈ പ്രശ്നമൊക്കെ വന്നതിന് ശേഷം എല്ലാവരും വരുന്ന അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു. അതിലും കറക്റ്റായിട്ട് പറയണമെങ്കിൽ രാഷ്ട്രീയക്കാർ. അപ്പോൾ എൻ്റെ ചേട്ടൻ നമ്മളും ആരെങ്കിലും രാഷ്ട്രീയത്തിൽ വരണമെന്ന് അന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് ഞാനും ഒന്ന് ആവണമെന്ന് വിചാരിച്ചു. പക്ഷെ അതുകൊണ്ട് താങ്കൾ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയിരുന്നു. ഞാൻ ചീഫ് മിനിസ്റ്റർ ആവണമെന്ന് 2009 വിചാരിച്ചിരുന്നത്. തെലങ്കാന വന്നേക്കും, തെലങ്കാന വന്നതിന് ശേഷം അവിടെ ആയേക്കാന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. അതിനുമുമ്പ് രാഷ്ട്രീയത്തിലൊരു പോസ്റ്റിംഗ് എടുക്കണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു. ആദ്യം തലവനായി, പക്ഷേ ഇന്ന് ചേട്ടൻ ജീവനോടെ ഇല്ല. അതുകൊണ്ട് എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഞാൻ രാഷ്ട്രീയത്തിൽ വിജയിച്ചേ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. താങ്കൾ ഒരു മുഖ്യമന്ത്രിയാകുമെന്ന് താങ്കൾക്ക് എങ്ങനെയാണ് കോൺഫിഡന്റ് വന്നത്? എൻ്റെ ആലോചനയിലൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ചന്ദ്രബാബു നായിഡിനെ കൊണ്ട് ചീഫ് മിനിസ്റ്റർ ആവാൻ പറ്റുമെങ്കിൽ YS രാജശേഖര റെഡ്ഡിയെ കൊണ്ടും ചീഫ് മിനിസ്റ്റർ ആവാൻ പറ്റുമെന്ന് വെച്ചാൽ എന്തുകൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല? ഒരിക്കലും എന്നെ കൊണ്ട് വരാണ്ടിരിക്കാൻ കഴിയും. അതും അവരും ഒരു മിഡിൽ ക്ലാസ്സാണ്. അവരും കർഷക കുടുംബത്തെ ചേർന്ന ആൾക്കാരാണ്. എന്തുകൊണ്ട് എന്നെ കൊണ്ട് വരാൻ കഴിയില്ല? പലരും രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് പണം സമ്പാദിക്കാൻ വേണ്ടിയാണ്. പക്ഷേ താങ്കൾ വീട്ടിൽ നിന്നും നാടിനു വേണ്ടി ചെലവ് ചെയ്യുന്നു. പ്രോപ്പർട്ടി വിറ്റിട്ടാണ് താങ്കൾ ഇലക്ഷനിൽ നിന്നെന്ന് പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ സാധിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൈവിട്ട് പോയേ കഴിയുള്ളൂ. എന്തോരം പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ സമ്പാദിക്കാൻ കഴിയും. പക്ഷേ ഒരു പ്രാവശ്യം രാഷ്ട്രീയത്തിൽ തോറ്റ മൊത്തത്തിൽ തോറ്റ പോലെയാ. രാഷ്ട്രീയത്തിനേക്കാൾ പ്രോപ്പർട്ടി പോകുന്നതല്ലേ ബെറ്റർ ആക്ച്വലി. പക്ഷേ 1500 കോടി മതിപ്പുള്ള സ്വത്ത് വിറ്റ് ഇലക്ഷനിൽ നിൽക്കാൻ താങ്കളുടെ ഭാര്യ സമ്മതിച്ചോ? ചില സമയത്ത് ഭാര്യയുടെ അടുത്ത് എല്ലാം കൂടെ പറഞ്ഞാൽ സമ്മതം കിട്ടില്ലല്ലോ. ചില സമയത്ത് ചെയ്തതിന് ശേഷമല്ലേ പറയണ്ടേ. അമ്മയെ അറിയാതെ ചെയ്തിരിക്കുക, ഭാര്യയെ അറിയാതെ ചെയ്തിരിക്കുക, ഇതാണോ താങ്കളുടെ ശീലം? ചില കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്തതിന് ശേഷമാണ് പറയേണ്ടത്. എല്ലാത്തിനും പെർമിഷൻ മേടിക്കണമെങ്കിൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. എല്ലാത്തിനും എളുപ്പത്തിൽ പെർമിഷൻ കിട്ടത്തില്ല. അസദുദ്ദീൻ ഓവൈസിയുടെ ഒരു സ്പീച്ച് കേട്ടു. അതിൽ അദ്ദേഹം താങ്കളെ RSSന്റെ അസിസ്റ്റന്റ് എന്നാണ് വിളിക്കുന്നത്. താങ്കൾ കോൺഗ്രസ് അല്ല, യഥാർത്ഥ RSSകാരനാണെന്നാണ് പറയുന്നത്. ഞാൻ മറ്റൊരു കാര്യവും പറഞ്ഞു. ലിക്കർ പാർട്ടിയും നിക്കർ പാർട്ടിയും ഒന്നായെന്നുള്ള കാര്യം. ലിക്കർ പാർട്ടി എന്ന് വെച്ചാൽ BRS, നിക്കർ പാർട്ടി എന്ന് വെച്ചാൽ BJP. ഇവർ രണ്ടുപേരും ഒരുമിച്ചല്ലോ. അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ നോക്കി നടത്താനുള്ള സമയം കിട്ടുന്നില്ല. ഒരു ബാലൻസ് ഇല്ലാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ. ഞാൻ ഒരിക്കലും ഒന്നും മറച്ചിട്ടില്ല. ഞാൻ വിദ്യാത് പരീക്ഷയിലായിരുന്നു ജോലി എടുത്തുകൊണ്ടിരുന്നത്. ഐ വാസ് വെരി ആക്റ്റീവ് ഇൻ വിദ്യാത് പരീക്ഷ പോളിറ്റിക്സ്. അതിനുശേഷം ഞാൻ ബിസിനസ്സിലോട്ട് പോയി. ബിസിനസ്സിന് ശേഷം ഇൻഡിപെൻഡൻറ്റ്, ZPTC 2006 ജൂണിൽ ഇൻഡിപെൻഡൻറ്റ് ZPTCയിൽ ഞാൻ വിജയിച്ചു. 2007 ജൂണിൽ MLPCയിൽ ഞാൻ ജയിച്ചു. അതും രാജശേഖര റെഡ്ഡിക്കെതിരെ. അന്ന് കോൺഗ്രസ് ആയിരുന്നു ഭരണത്തിലുണ്ടായിരുന്നത്. എൻ്റെ കുടുംബത്തിൽ കുറേ പേര് മിനിസ്റ്റേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും എതിരെ ഞാൻ കോമ്പറ്റീഷനിൽ നിന്നിരുന്നു. MLC ആയിട്ടും വിജയിച്ചു. 2009 ആദ്യമായിട്ട് ഞാൻ MLA ആയിട്ടും വിജയിച്ചു. 2014 ഞാൻ മറ്റൊരു പ്രാവശ്യം MLA ആയി. 2019 ഞാൻ MP ആയി. ഇന്ത്യയുടെ വലിയ കോൺസ്റ്റിറ്റ്യുവൻസി. അമിത്ഷാ, മോഡിജി 2 പേര് ചേർന്നാൽ പോലും എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ അടുത്ത് വരാൻ കഴിയില്ല. എൻ്റെ അടുത്ത് 35 lakhs വോട്ടേഴ്സ് ഇരിപ്പുണ്ട് ഇന്ത്യയിൽ. ഇന്ത്യയിലെന്നല്ല, ഇന്ത്യയിലെന്ന് വെച്ചാൽ ലോകത്തിൽ തന്നെ. ഈ ലോകത്തിൽ തന്നെ ഈ കോൺസ്റ്റിറ്റ്യുവൻസി ഞാനായിരുന്നു റെപ്രസെൻ്റ് ചെയ്തത്. അതുകൊണ്ട് ഓരോ സ്ഥലത്തും ഒന്നും മറച്ച് ഞാൻ പണിയെടുത്തിട്ടില്ല. ഞാൻ നേരടിയായിട്ട് പറയാം, കോൺഗ്രസിൽ ചേരാനായിട്ട് രാഹുൽജി എന്നെ എന്ന് വിളിച്ചിരുന്നോ അന്ന് തന്നെ ഞാൻ രാഹുൽജിയുടെ അടുത്ത് വിദ്യാത് പരീക്ഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു. ഐ വാസ് വെരി ആക്റ്റീവ് ഇൻ പോളിറ്റിക്സ്. അതിനുശേഷം ഞാൻ ബിസിനസ്സിലോട്ട് പോയി. അതിനുശേഷം ഞാൻ നായിഡു പാർട്ടിയിലോട്ട് പോയി. ഇൻഡിപെൻഡന്റിൽ വിജയിച്ചതിന് ശേഷം നായിഡു പാർട്ടിയിൽ ഞാൻ ഓപ്പോസിറ്റ് പാർട്ടിയിലോട്ട് പോയി. ഒരു പവർ പോളിറ്റിക്സിലോട്ട് ഞാൻ പോയില്ല. അതുകൊണ്ട് OYC സാർ എന്നെ തോൽപ്പിക്കാനായിട്ട് ഒരു കാരണവും കിട്ടിയില്ലായിരുന്നു. മുസ്ലിംസിൻ്റെ യങ്സ്റ്റേഴ്സൊക്കെ എൻ്റെ അടുത്ത് എല്ലാവരും പണിയെടുത്തോണ്ടിരുന്നു. അവർക്കും ഇതൊന്നും മനസ്സിലായില്ല. രാഹുൽജിയുടെ കൂടെ ഭാരത് ജോഡോ യാത്രയിൽ കുറേ ശ്രമിച്ചു നോക്കിയതാണ്. അത് ചെയ്യാം, ഇത് ചെയ്യാമെന്ന് എന്തെന്തൊക്കെയോ പറഞ്ഞിരുന്നു. ഞാൻ ചാർമിനാറിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫ്ലാഗ് ഞാൻ പറത്തി കാണിക്കുമെന്ന് പറഞ്ഞു. രാഹുൽജി വരുമെന്നും പറഞ്ഞു. ധൈര്യം ഉണ്ടെങ്കിൽ തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു നോക്കുമെന്നും പറഞ്ഞു. ഞാനത് ചെയ്തു കാണിച്ചു. 2 ലക്ഷം പേരെയാണ് ഞാൻ ആ ചാർമിനാറിൻ്റെ അടുത്ത് നിർത്തി വെച്ചിരുന്നത്. നിങ്ങൾ വേണമെങ്കിൽ വിഷ്വൽസ് നോക്ക്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്ത. അദ്ദേഹത്തിനാണ് പേടി. അദ്ദേഹം കുറേ തെറ്റായ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്. ഹോൾ സിറ്റിയിൽ ആരെക്കൊണ്ട് വരാൻ കഴിയില്ല, ആരെയും വരാൻ അനുവദിക്കത്തുമില്ല. അദ്ദേഹത്തിന്റെ ഏരിയ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഹൈദരാബാദിന്റെ പാർലമെന്റ് അത് ഞങ്ങളുടേതാണ് ഞാൻ പറഞ്ഞത്. ഹൈദരാബാദ് ഞങ്ങളുടേതാണ്, ഈ നാടിന് ഞങ്ങളാണ് കെട്ടിയെടുത്തതെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ കഷ്ടപ്പെട്ട് കെട്ടിയെടുത്ത ഈ നാട്ടിൽ നിങ്ങളാരാണ്?
പറ്റുമെങ്കിൽ നിർത്തി കാണിക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 2 ലക്ഷം ആൾക്കാരെ വിളിച്ചോണ്ട് ഞാൻ ചാർമിനാറിലോട്ട് പോയിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ കൊടി ഞാൻ പറത്തി കാണിച്ചു. ഏത് സ്ഥലത്ത് രാജീവ് ഗാന്ധി സാർ കൊടി പറത്തി കാണിച്ചോ ആ സ്ഥലത്ത് തന്നെ ഞാൻ രാഹുൽ ഗാന്ധിയുടെ കൈവച്ച് ആ കൊടി പറത്തി കാണിച്ചിരുന്നു. അവിടുന്ന് ഞങ്ങൾ റാലി ചെയ്തു. ഹോൾ സിറ്റിയിൽ 15 കിലോമീറ്റർ ഞങ്ങൾ പാദയാത്ര ചെയ്തു. എല്ലാരെയും പേടിപ്പിച്ച് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവൻ മാത്രം എന്താ ഇങ്ങനെ പേടിക്കാണ്ടിരിക്കുന്നതെന്നാണ് അവരുടെ ചോദ്യമൊക്കെ. താങ്കളും പേടിപ്പിച്ചു, വലിയ പാർട്ടിയായിട്ട് നിൽക്കുന്നെന്നും പറഞ്ഞു. ഞാൻ ഓൾറെഡി എല്ലാ കാര്യവും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഷെർവാണിക്ക് താഴെയാണ് നിക്കറുള്ളത്, പൈജാമയ്ക്ക് താഴെ അല്ലെന്നും ഞാൻ പറഞ്ഞു. ആക്ച്വലി ഞാൻ പറഞ്ഞ അതാണ്. സാർ, നിങ്ങളുടെ അടുത്ത് പൈജാമ പോലും ഇല്ല, പിന്നെ ഞാൻ എന്ത് പറയാനാ? ഒരുപക്ഷെ നിക്കർ ഇടണമെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ട് തന്നെ ചെയ്യാം. ഞാൻ മറച്ചൊരിക്കലും ചെയ്യില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആരെയും മീറ്റ് ചെയ്യാറില്ല, ആരോടും കൂടുതൽ സംസാരിക്കാറില്ല. പക്ഷെ താങ്കളോട് മാത്രം എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? രജത് ശർമ്മ സാർ, ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. രാഹുൽജീനെ ഞാൻ അബ്സർവ് ചെയ്ത വരയ്ക്കും എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ മറ്റുള്ളവരുടെ അബ്സർവേഷൻ എന്താണെന്നും അതിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അധികപക്ഷം ജനങ്ങൾ 99% രാഹുൽ സാറിൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും ഒരു പൊസിഷൻ എടുത്തുകൊണ്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും റെക്കമെൻഡേഷന് വേണ്ടി വരും. ഞാൻ DCCയുടെ പ്രസിഡന്റ് ആവണം, എനിക്ക് എന്തെങ്കിലും ഒരു സെക്രട്ടറി ആവണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിനിസ്റ്റർ ആവണം എന്ന് പറഞ്ഞാണ് അവരൊക്കെ വരുന്നത്. 2 മിനിറ്റിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലാവും എന്തിനു വേണ്ടി അവരൊക്കെ വന്നിരിക്കുന്നതെന്ന്. പിന്നെ പേഴ്സണൽ അജണ്ട ആണെങ്കിൽ 2 മിനിറ്റിന് മേലെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. ശരി, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അയച്ചേക്കും. പക്ഷേ പബ്ലിക് അജണ്ടയോടൊപ്പം പോയാൽ എന്തെങ്കിലും ഒരു പോളിസിയുമായിട്ട് പാർട്ടിയുടെ ആക്ടിവിറ്റി പ്രോഗ്രാമിനെ കുറിച്ച് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ രാഹുൽ സാർ അത് കേൾക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കും. എൻ്റെ ആദ്യത്തെ മീറ്റിംഗ് ഒരു 10 മിനിറ്റേ നടന്നുള്ളൂ ആകെ. ഞാൻ അങ്ങോട്ട് പോയി. എല്ലാരെ പോലെ ഞാനും എന്തെങ്കിലും പാർട്ടിയിൽ പൊസിഷൻ ചോദിക്കാനായിട്ടാണ് വന്നതെന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നതെന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിച്ചത്. അടുത്ത 25 വർഷത്തേക്ക് ഞാൻ നിങ്ങളോടൊപ്പം ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴത്തേന് എനിക്കൊന്നും വേണ്ട. ചോദിച്ചു മേടിക്കാനായിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നേ. ഒരുപക്ഷേ ഇതിനു മേലെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രോഗ്രാമിനോടൊപ്പം കണ്ടിന്യൂ ചെയ്താൽ നന്നായിരിക്കും. പോളിസിയോട് ചെയ്താൽ ഡെവലപ്പ് ആവാമെന്ന് ഞാൻ പറഞ്ഞു. പാർട്ടിയെക്കുറിച്ചുള്ള ഐഡിയാസ് ചിലത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഒരു ഔട്ട്സൈഡ് ഒബ്സർവറായിട്ട് കോൺഗ്രസിനെ കുറിച്ച് എനിക്ക് ധാരണയുണ്ടായിരുന്നു. എൻ്റെ അബ്സർവേഷൻ എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിനെ കുറിച്ചും എനിക്ക് കുറച്ച് അബ്സർവേഷൻ ഉണ്ടായിരുന്നു, അതും ഞാൻ പറഞ്ഞു. ഇങ്ങനെ തന്നെ സംസാരിച്ച് ആ മീറ്റിംഗ് ഒരു 1.5 മണിക്കൂറായി. പുറത്ത് അനന്ത് ശർമ്മ, JCD കുറേ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരെയും അവിടെ നിർത്തിയിട്ട് എൻ്റെ അടുത്ത് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നു. എന്നുവെച്ചാൽ ഇത് എന്താണെന്നാണ് പറയേണ്ടത് രജിത് സാർ? 10 മിനിറ്റിൻ്റെ മീറ്റിംഗ് 1.5 മണിക്കൂർ എടുത്തു. അതായത് രാഹുൽ സാറിൻ്റെ അടുത്ത് പേഴ്സണൽ അജണ്ടയായിട്ട് പോയാൽ 1-2 മിനിറ്റിൽ തന്നെ ആ മീറ്റിംഗ് തീർന്നേക്കും. ജനങ്ങളുടെ അജണ്ട എടുത്തുകൊണ്ട്, അതായത് പാർട്ടിയുടെ അജണ്ട എടുത്തുകൊണ്ട് നിങ്ങളെങ്ങനെ അങ്ങോട്ട് പോയാൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് അദ്ദേഹം കുറേ സമയം തരും. അവിടെയുള്ള ആൾക്കാരൊക്കെ, കൗശൽ സാറൊക്കെ സമയം കുറേയായി നിങ്ങൾ പൊക്കോന്നുള്ള സിഗ്നലൊക്കെ തരും. എന്നിട്ട് രാഹുൽ സാർ അതൊക്കെ കേൾക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ആ സമയത്ത് കോൺഗ്രസിന്റെ സാഹചര്യം തെലങ്കാനയിൽ അത്രത്തോളം സ്റ്റേബിൾ ആയിരുന്നില്ല അല്ലേ? ഭരണവും ഇല്ല, ലീഡറും ഇല്ല. അങ്ങനെയുള്ളപ്പോൾ താങ്കൾ എന്തിനാണ് കോൺഗ്രസ് തെരഞ്ഞെടുത്തത്? താങ്കൾക്ക് TRSൽ പോകാമായിരുന്നു, BJPയിൽ പോകാമായിരുന്നു. താങ്കൾക്ക് ധാരാളം ഓപ്ഷൻസ് ഉണ്ടായിരുന്നല്ലോ. അന്ന് ഞാൻ നായിഡു പാർട്ടിയിലായിരുന്നു. നായിഡു പാർട്ടി, ഇന്ത്യ അലയൻസ്, ഞങ്ങൾ ഭരണത്തിലും ഉണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശിൽ ആ ഭരണം ഉണ്ടായിരുന്നു, പിന്നെ കേന്ദ്രത്തിലും ഉണ്ടായിരുന്നു. നായിഡു പാർട്ടിയുടെ MPസും മിനിസ്റ്ററും ഉണ്ടായിരുന്നു. അശോക് ഗജപതി രാജു, സുഷ്നാഥ് ചൗധരിജി. വിചാരിച്ചിരുന്നാൽ ഞാൻ രാജ്യസഭയുടെ മെമ്പറായിട്ട് സെൻട്രലിൽ ഞാൻ മിനിസ്റ്റർ ആയേനെ. പക്ഷേ എല്ലാത്തിനേക്കാൾ എനിക്ക് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എവിടെയാ ഉള്ളതെന്ന് വെച്ചാൽ തെലങ്കാനയുടെ ജനങ്ങൾക്ക് വേണ്ടി വഴക്കിടാനായിരുന്നു. ഞാൻ നായിഡു പാർട്ടി എന്തുകൊണ്ടാണ് വിട്ടതെന്ന് വെച്ചാൽ എല്ലാം DNAയുടെ പ്രോബ്ലം ആയിരുന്നു. അതായത് ആന്ധ്ര പാർട്ടി. ഞാൻ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ശരി, അദ്ദേഹം ഫൈനലി പറയുന്നത്, ഇവൻ ആന്ധ്ര പാർട്ടിയല്ലേ, പിന്നെന്താണ്, ഇവൻ ആന്ധ്രയ്ക്ക് വേണ്ടിയേ സംസാരിക്കുള്ളൂ, പിന്നെ എന്തിനാ ഇവനെ ചേർത്ത് വയ്ക്കുന്നത്, ഇവൻ ആന്ധ്രക്കാരനല്ലേ. ഈ ഒരു വാക്കിൽ തന്നെ അവരെല്ലാം തീർക്കും. ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ KCR എതിർത്ത് നിൽക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് എതിർത്ത് നിൽക്കേണ്ടതെന്നാണ് വിചാരിച്ചത്. സോ അന്നായിരുന്നു ഞാൻ തീരുമാനിച്ച തെലങ്കാനയ്ക്ക് പ്ലാറ്റ്ഫോം കൊടുത്ത കോൺഗ്രസിനെ വെച്ച് തന്നെ ഞാൻ ഇവരെ തോൽപ്പിക്കുമെന്നുള്ള കാര്യം. സോ എനിക്ക് കോൺഗ്രസിന് പ്ലാറ്റ്ഫോമും കിട്ടി. അന്ന് ഞാൻ MLC ഇൻഡിപെൻഡന്റ് ജയിക്കുന്ന സമയത്ത് നായിഡു വളരെ ബാഡ് കണ്ടീഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഓപ്പോസിഷൻ, അതായത് രാജശേഖര റെഡ്ഡി സാറിന് 40 MLAs ആയിരുന്നു ഉണ്ടായിരുന്നത്. അന്നൊക്കെ നായിഡു സാറിന് ആരും തന്നെ ഇല്ലായിരുന്നു. അന്ന് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനാണ് ഓപ്പോസിഷൻ പാർട്ടി തിരഞ്ഞെടുത്തത്. 2017 ഞാൻ നായിഡു പാർട്ടി വിടണമെന്ന് തീരുമാനിക്കുമ്പോൾ പവർ പോളിറ്റിക്സിലിരുന്നത് BJP അല്ലായിരുന്നു. ഇല്ലെങ്കിൽ KCR പവറിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പോയില്ല. അന്ന് ഓപ്പോസിഷൻ പാർട്ടി കോൺഗ്രസ് വളരെ വീക്കായിരുന്നു. സെൻറ്ററിലും ശരി, സ്റ്റേറ്റിലും ശരി. ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ രാഷ്ട്രീയ തലവനാവണമെന്ന് വിചാരിച്ചു. ഞാൻ
എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ആവണമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. ഞാൻ മന്ത്രി ആവണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. അതായത് ലീഡറിനും ഒരു എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവിനും കുറേ വ്യത്യാസമുണ്ട്. ഞാൻ ലീഡർ ആവണമെന്ന് കരുതിയ ലീഡർ ആവാനായിട്ട് കുറേ പ്ലാറ്റ്ഫോം ആവശ്യമുണ്ട്. പ്ലാറ്റ്ഫോം വേണമെങ്കിൽ ജനങ്ങളിൽ ഒരാളായിട്ട് മാറണം. ഞാൻ 4 കോടി തെലങ്കാന ജനങ്ങൾക്ക് വേണ്ടി പോരാടണമെന്ന് വിചാരിച്ചതാ. അതുകൊണ്ട് കോൺഗ്രസിലോട്ട് ഞാൻ വന്ന് ചേർന്നതാ. പക്ഷേ കോൺഗ്രസിനെ അവിടെ വീണ്ടും കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ 2 വർഷത്തിൽ താങ്കൾ എങ്ങനെ അത് ചെയ്തു? എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടല്ലേ പറ്റൂ. ഈ ഷോ ആരംഭിച്ചു ഏകദേശം 30 വർഷമായില്ലേ. നിങ്ങൾ എന്തോ ഒരു കഷ്ടപ്പെട്ടായിരിക്കും ഈ സ്ഥാനത്ത് നിൽക്കുന്നത്. ഇപ്പൊ ഈ ഷോയിൽ ഞങ്ങൾ എല്ലാരും വിളിച്ചോണ്ടോന്ന് ഇങ്ങോട്ട് നിർത്തി പക്ഷേ വെച്ചേക്കും. 2 വർഷത്തിനുള്ളിൽ താങ്കൾ അവിടെ കോൺഗ്രസിന്റെ കൊടി നട്ടു. സോ കൺവിക്ഷനോടൊപ്പം ഞാൻ ഇങ്ങോട്ട് നോക്കിയാൽ നോക്കൂ എത്ര യങ്സ്റ്റേഴ്സാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന്. നിങ്ങൾ എന്ത് ചെയ്താലും നല്ല വിശ്വാസത്തോടെ ചെയ്യൂ. നല്ലത് ചീത്തയെന്നൊന്നും ഒന്നുമില്ല. ഇതൊക്കെ നിങ്ങളുടെ പെർസെപ്ഷനിലാണുള്ളതൊക്കെ. ചില ആൾക്കാർ തെലങ്കാന വരുന്നത് നല്ലതാന്ന് വിചാരിച്ചു, ചില ആൾക്കാർ തെലങ്കാന വരാൻ പാടില്ലെന്ന് നല്ലത് വിചാരിച്ചു. എന്ത് പെർസെപ്ഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതാണ് എല്ലാവർക്കും തോന്നുന്നത്. ലാംഗ്വേജും കൊണ്ടുണ്ടാകുന്ന പ്രശ്നം ചില ആൾക്കാർക്ക് നന്നായിട്ട് തോന്നുന്നു, ചില ആൾക്കാർക്ക് ചീത്തയായിട്ട് തോന്നുന്നു. പക്ഷേ നല്ല പെർസെപ്ഷനോടൊപ്പം നല്ല കൺവിക്ഷനോടൊപ്പം വർക്ക് ചെയ്താൽ അവർ തീർച്ചയായിട്ടും സക്സസ് ആവും. അതുകൊണ്ട് ഞാൻ 2 വർഷത്തോടൊപ്പം കൺവിക്ഷനോടൊപ്പം വർക്ക് ചെയ്തു. എനിക്കന്ന് ബൈ ഇലക്ഷനിൽ 3200 വോട്ടായിരുന്നു കിട്ടിയിരുന്നത്. കോൺഗ്രസ് പാർട്ടിക്കായിട്ട് എനിക്ക് 1.2% വോട്ടാണ് കിട്ടിയത്. ഞാൻ മെമ്പർ ആയതിനു ശേഷവും ഒരു ബൈ ഇലക്ഷൻ വന്നിരുന്നു. അതിനുശേഷം കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് കിട്ടി. 3200 വോട്ട്, ഹാർഡ്ലി 1.5% വോട്ട്. ജനങ്ങൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവൻ കോൺഗ്രസിൽ ചേർന്നതിന് ശേഷം കോൺഗ്രസ് രാഹുൽ ഗാന്ധിയോടും സോണിയാഗാന്ധിയോടും എന്തിനാണ് ഇയാളെ മെമ്പർ ആക്കിയത്? പിന്നീട് അതെപ്പോഴും ഇങ്ങനെയല്ലേ സംഭവിക്കുന്നത്. ഇന്റർണൽ പോളിറ്റിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. ബാലൻസ് പോളിറ്റിക്സിനെ കുറിച്ച് ഞാൻ എന്ത് പറയാനാ? നിങ്ങൾ ഡൽഹിയിലിരിക്കുന്ന നിങ്ങൾക്കല്ലേ അതിനെക്കുറിച്ച് അധികം അറിയുന്നത്. ഈ കംപ്ലയിൻസ് എപ്പോഴും കൂടുതലായിട്ട് തന്നെ ഇരിക്കും. പക്ഷേ ധൈര്യം ഒരിക്കലും തോൽക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. ജീവിതത്തിൽ അപ്പ് ആൻഡ് ഡൗൺസ് എപ്പോഴും കാണുമല്ലോ. ഓഡിയൻസിൽ നിന്ന് ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. സാർ, ഈ അടുത്തായിട്ട് നിങ്ങൾ ഫുട്ബോൾ കളിക്കുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു. ഇപ്പോൾ എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചെറിയ പ്രായം മുതലേ ഫുട്ബോൾ വളരെ ഇഷ്ടമാണോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാണെന്ന് കൂടി ഒന്ന് പറയാവോ സാർ? ഞാൻ കോളേജ് ഡേയ്സിൽ തൊട്ട് ഫുട്ബോൾ കളിച്ചോണ്ടിരുന്നതാ. പോളിറ്റിക്സിന് വന്നതിന് ശേഷം കളിച്ചു. പിന്നെ പോളിറ്റിക്സിൽ കൂടുതൽ ചെയ്യുമ്പോൾ ആ കളി അങ്ങോട്ട് വിട്ടു. പിന്നെ അതിനുശേഷം എനിക്ക് ഫുട്ബോൾ കളിക്കാൻ സമയമില്ലാണ്ടായി. സോ ഫുട്ബോൾ അതുകൊണ്ട് എന്നെ കൊണ്ട് കളിക്കാൻ കഴിഞ്ഞില്ല. ആ കാലത്ത് ഡയഗോ മറഡോണയാണ് എൻ്റെ ഫേവറേറ്റ് പ്ലെയർ. ഇന്നൊക്കെ ഫുട്ബോൾ പ്ലേയേഴ്സ് ഇഷ്ടം പോലെ ആയല്ലോ. ഇപ്പോൾ ഫുട്ബോൾ അത്ര ഞാൻ കാണത്തില്ല, പക്ഷെ അന്ന് മറഡോണ ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് പ്ലെയർ. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഫിറ്റ്നസിന്റെ രഹസ്യം ഫുട്ബോൾ കളിക്കുന്നതാണോ? രാഷ്ട്രീയം തന്നെ. നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള ജോലി നോക്കിയാൽ തന്നെ എപ്പോഴും ഫിറ്റായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ രേവന്ത് റെഡ്ഡിയോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരും. ഞാനും അതന്നെ പറഞ്ഞത്, വരൂ, തോക്ക് തയ്യാറായിട്ട് തന്നെയാ ഉള്ളതെന്ന്. 2 ബുള്ളറ്റ് ഉണ്ടെങ്കിൽ കാര്യം കഴിയും സർ. എനിക്ക് സിംഹത്തിനെ കൊല്ലാൻ നല്ല ആഗ്രഹമാണ് സർ. ഞാൻ ഈ പൂച്ചേനെയും പട്ടീനെയൊന്നും ഒരിക്കലും കൊല്ലൂല. അങ്ങനെ കൊല്ലുവാണെങ്കിൽ ഞാൻ സിംഹത്തിനെ കൊല്ലുള്ളൂ. വരൂ, ഈ ഇലക്ഷനിൽ തോൽപ്പിച്ച് കാണിച്ചതല്ലേ. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ അതിഥി തെലങ്കാനയുടെ CM ആയ രേവന്ത് റെഡ്ഡിയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ രേവന്ത് റെഡ്ഡിയുടെ മേലുള്ള കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം സംസ്കാരമില്ലാതെ സംസാരിക്കുന്നു എന്നുള്ളതാണ്. രേവന്ത് റെഡ്ഡി സാർ, താങ്കളും KCRും നല്ല സുഹൃത്തുക്കളായിരുന്നു, ഒന്നിച്ച് ജോലി ചെയ്തിരുന്നു. രാഷ്ട്രീയത്തിൽ കുറച്ച് വ്യത്യസ്തത ഉണ്ടാകാം. ഇപ്പോഴൊക്കെ താങ്കൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ എന്താണെന്ന് ഞാനിപ്പോൾ പറയാം. അതായത് താങ്കൾ പറയുന്നത്, എന്റെ ആൾക്കാരെല്ലാം നിന്റെ പാൻറ് ഊരിക്കളയും, നിന്റെ ഷർട്ട് ഊരിക്കളയും, അതോടൊപ്പം നിന്റെ അണ്ടർവെയർ ഊരിക്കളയെന്ന് പറയും, ന്യൂഡാക്കുമെന്ന് പറയുന്നു. ഇല്ലില്ല, ഇതുപോലത്തെ വാക്കുകളൊക്കെ നമ്മുടെ മേത്ത് കല്ലെറിഞ്ഞാൽ നമ്മളും തിരിച്ചതിനെ എറിയണമല്ലോ. KCR ഞാനിതിന് പറയുന്നതിന് മുമ്പ് അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, മുഴുവൻ കോൺഗ്രസും എല്ലാ ചീഫ് മിനിസ്റ്റേഴ്സും മനസ്സ് വെച്ചാൽ പോലും എൻ്റെ ഒറ്റ മുടിയെപ്പോലും അവരെ കൊണ്ട് എടുക്കാൻ കഴിയില്ലെന്നാണ്. കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അതിന് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങൾ അനങ്ങാണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങളിവിടെ വന്ന് പ്രസ് മീറ്റ് വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഞങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ അണ്ടർവെയർ പോലും അഴിച്ചു കാണിക്കുമെന്ന് പറഞ്ഞു. ഒരു പക്ഷേ ഒരു ഡേറ്റ് പറയൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളൊരു ഡേറ്റ് പറയും, ഞാൻ അന്ന് വരാം, എൻ്റെ ആൾക്കാരെ എല്ലാം വിളിച്ചോണ്ട് വരാം, അതിനുശേഷം എന്താ നടക്കാൻ പോകുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാമെന്നാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ തന്നെ
ഇതിലെന്താ തെറ്റുള്ളതെന്ന് പറയൂ രജത് ശർമ്മ ഷർ. അദ്ദേഹം മുടിയെക്കുറിച്ച് പറയുമ്പോൾ താങ്കൾ അണ്ടർവെയറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സർ, നിങ്ങൾ പറയുന്ന ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് ഞാൻ പറഞ്ഞു തരുന്നത്, അത്രേ ഉള്ളൂ. ഞാൻ ഉത്തരം പറയാണ്ടിരുന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ലല്ലോ, അത്രേ ഉള്ളൂ. KCR ഉപയോഗിച്ച വേർഡ്സ് പോലെയാണ് ഞാനും അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞത്, അത്രേ ഉള്ളൂ. അദ്ദേഹം താങ്കളെ ജയിലിലേക്ക് അയക്കുമെന്ന് പറഞ്ഞു. അതിന് താങ്കൾ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാ ആ ചർണപ്പള്ളി ജയിലിൽ അവിടെ നിന്നെ ചിപ്പക്കുടു കഴിപ്പിക്കാൻ വിടുമെന്ന് പറഞ്ഞു. അതെ, ഞാൻ ഇതും കൂടെ പറഞ്ഞതായിരുന്നു. എന്താന്ന് വെച്ചാൽ ഒരു ഡബിൾ ബെഡ്റൂം വീട് ഞാൻ കെട്ടിത്തരാമെന്നും പറഞ്ഞു. കാരണം മോനും മോളും വന്നാൽ അവിടെ താമസിക്കണമല്ലോ അല്ലേ. എല്ലാവർക്കും ഒരു വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ടാണ് ഞാൻ ആ ഡബിൾ ബെഡ്റൂം വീട് കെട്ടിത്തരാമെന്ന് പറഞ്ഞത്. പക്ഷേ ഇവരെല്ലാവരും രാഷ്ട്രീയത്തിലായിരുന്നു വരുന്നത്. KCRന്റെ മോൻ, ഡോട്ടർ ഇൻ ലാ, എല്ലാരും തെലങ്കാനയെ മോഷ്ടിച്ചതാ. എല്ലാരെയും ജയിലിലോട്ട് അയച്ചാ പിന്നെ ഇന്ന് KCRന് വയസ്സും കൂടെ ആയില്ലേ. അദ്ദേഹത്തിന്റെ മകൻ എല്ലാരും തനിച്ചിരിക്കണമെന്ന് വെച്ചാൽ എങ്ങനെയാണ്? അതൊക്കെ വളരെ കഷ്ടമല്ലേ. അതുകൊണ്ട് ചർലപ്പള്ളി ജയിലിൽ ഒരു ഡബിൾ ബെഡ്റൂം വീട് കെട്ടിക്കൊടുത്താൽ അവർക്ക് സന്തോഷമായിട്ട് അതിനകത്തിട്ടിരിക്കാമല്ലോ. ഞാൻ എത്ര നല്ലവനാന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ സർ. അതും അദ്ദേഹം ചെല്ലാപ്പള്ളി ജയിലിന്റെ അലൂമിനി എന്ന് പറയുന്നു. താങ്കളും അതിലുണ്ടായിരുന്നു. അതെ, ഞാൻ 2 പ്രാവശ്യം ഉണ്ടായിരുന്നു അവിടെ. ഡിറ്റൻഷൻ സെല്ലും ഞാൻ ഉണ്ടായിരുന്നു. എന്റെ മോളുടെ എൻഗേജ്മെന്റിനും പോലും KCR എനിക്ക് ബെയിൽ തന്നില്ലായിരുന്നു. ഫൈനലി ഐ ഗോട്ട് 2 hours ടൈം. ചെർലപ്പള്ളി ജയിലിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ എൻ്റെ മോളുടെ എൻഗേജ്മെന്റിലോട്ട് പോയിട്ട് ഞാൻ പിന്നെയും ചെർലപ്പള്ളി ജയിലിലോട്ട് തന്നെ വന്നു. അന്ന് ഒരാളുടെ മോളുടെ എൻഗേജ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷമാണെന്ന് വെച്ചാൽ പോലും അന്ന് അവരുടെ അച്ഛൻ എന്താ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, KCR ഉറപ്പായിട്ട് ഒരു ദിവസം വരും, അന്ന് നിങ്ങളുടെ മോള് ജയിലിലുണ്ടാവും, അന്ന് നിങ്ങൾക്ക് ആ വേദന എന്താണെന്ന് മനസ്സിലാവും ഞാൻ പറഞ്ഞു. ഇന്ന് അദ്ദേഹം അത് ഫേസ് ചെയ്യുന്നില്ലേ? ഇന്ന് അദ്ദേഹത്തിന്റെ മകൾ ജയിലിലാണ്. അതെ, അവർ ജയിലിലായിരിക്കുന്നത്, അതാ ഞാൻ പറഞ്ഞേ. അവരെ താങ്കളല്ല ജയിലിൽ അടച്ചത്, മോഡിജി ആണെന്നാണോ പറയുന്നത്? അതെ, അതന്നെ ഞാനും പറഞ്ഞേ. അത് ചെയ്യാനായിട്ട് എനിക്ക് ഒരു ചാൻസ് കിട്ടിയില്ലായിരുന്നു. മോഡിജി എനിക്ക് ചാൻസ് തന്നില്ലായിരുന്നു. എനിക്ക് ആ ചാൻസ് കിട്ടിയാൽ പോലും ഞാൻ ആ മോളെ ജയിലിൽ ഇടില്ലായിരുന്നു, KCRനെ ഇടുമല്ലായിരുന്നു. കാരണം എനിക്ക് അദ്ദേഹത്തിന്റെ ഒപ്പമല്ലേ പ്രശ്നം, ആ കൊച്ചിന്റെ അടുത്തല്ലല്ലോ. ഇപ്പോ അദ്ദേഹത്തിന്റെ മകൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാ, അതായത് രേവന്ത് റെഡ്ഡി എവിടെ നിന്നാണ് വന്നതെന്ന് പോലും അറിയില്ല. പക്ഷെ ഞങ്ങൾ 5 പ്രാവശ്യം ഭരണത്തിൽ വന്നവരാണ്. ഞാൻ KCRന്റെ മകനുമാണ്. താങ്കൾ ആന്ധ്രാപ്രദേശിലെ നേതാക്കന്മാരുടെ ഷൂ നക്കിയാണ് ഈ സ്ഥാനത്തിലേക്ക് വന്നതെന്നും പറയുന്നു. ഇന്ന് ജനങ്ങൾ എന്നെ 40% വോട്ട് ചെയ്താണ് ഇങ്ങോട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ആന്ധ്രയിലോ ഗുണ്ടൂരിലാണ് പഠിച്ചതൊക്കെ. കോളേജിൽ പഠിക്കാനായിട്ട് പൂനെയിലോട്ട് പോയി, PG പഠിക്കാനായിട്ട് അമേരിക്കയിലോട്ടും പോയി. അന്ന് തെലങ്കാനയുടെ 6 പോയിന്റ് ഫോർമുലയൊക്കെ നന്നായിട്ട് അറിയാമല്ലോ. അന്ന് ഒരു പക്ഷേ ആ ഫോർമുല യൂസ് ചെയ്ത KCRന് ഒരു ചെറിയ ജോലി പോലും കിട്ടില്ലായിരുന്നു ഇന്നിവിടെ. എന്നിട്ടും അദ്ദേഹം IT ആൻഡ് ഇൻഡസ്ട്രി മിനിസ്റ്റർ അല്ലേ ഇവിടെ. ഇന്ന് ചീഫ് മിനിസ്റ്റർ ആവാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് KCRന്റെ സർക്കാർ താങ്കൾക്കെതിരായി ക്രിമിനൽ കേസുകൾ ഇട്ടു, താങ്കളെ ജയിലിലേക്ക് അയച്ചു. ഒരുപക്ഷെ അതുകൊണ്ടാണോ താങ്കൾ അദ്ദേഹത്തിനോട് പകരം ചോദിക്കുന്നത്? ഇല്ല, ഞാൻ പകരം ചോദിക്കാൻ ആരംഭിച്ചിട്ടില്ല. ഇനി വേണം സാർ അതിനൊക്കെ പ്ലാൻ ചെയ്യാൻ. ഞാനിതുവരെ ഒന്നും ആരംഭിച്ചില്ലല്ലോ. ഞാനിപ്പോ 6 ഗ്യാരണ്ടീസ് ആണ് തുടങ്ങി വെച്ചത്, അല്ലാണ്ട് ഞാൻ ഇനിയും പകരം ചോദിക്കാൻ തുടങ്ങിയില്ലല്ലോ സാർ. അദ്ദേഹം പറയുന്നത് താങ്കൾ എന്താണ് ഇപ്പോൾ കൂടുതൽ സംസാരിക്കുന്നതെന്ന് വെച്ചാ, എന്റെ അച്ഛൻ ഇപ്പോ ഒരു മോശം സമയമാണ്, സിംഹം ഇപ്പോൾ കൂട്ടിൽ തന്നെയാണ്, ആ സിംഹം പുറത്തു വന്നതിന് ശേഷം കണ്ടോളൂ എന്ന് പറയുന്നു. ഞാനും അതന്നെ പറഞ്ഞത്, വരൂ തോക്ക് തയ്യാറായിട്ട് തന്നെയാ ഉള്ളതെന്ന്. 2 ബുള്ളറ്റ് ഉണ്ടെങ്കിൽ കാര്യം കഴിയും സാർ. എനിക്ക് സിംഹത്തിനെ കൊല്ലാൻ നല്ല ആഗ്രഹമാണ് സാർ. ഞാൻ ഈ പൂച്ചേനെയും പട്ടീനെയൊന്നും ഒരിക്കലും കൊല്ലൂല. അങ്ങനെ കൊല്ലുവാണെങ്കിൽ സിംഹത്തിനെ കൊല്ലുള്ളൂ. വരൂ, ഈ ഇലക്ഷനിൽ തോൽപ്പിച്ച് കാണിച്ചതല്ലേ. KCR അവന്റെ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്നു, ഞാൻ കോൺഗ്രസ് പാർട്ടിയിലെ മെമ്പർ ആയിരുന്നു. ഞാൻ തോൽപ്പിച്ച് കാണിച്ചില്ലേ സാർ, ഞാൻ പറഞ്ഞിട്ടല്ലേ തോൽപ്പിച്ചേ. അപ്പൊ താങ്കൾ ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹത്തെ കാണുന്ന സമയത്ത് അദ്ദേഹം എന്താണ് താങ്കളോട് പറഞ്ഞത്? സാർ, അത് പേഴ്സണലാണ്, അതിവിടെ ഡിസ്കസ് ചെയ്യണ്ട കേട്ടോ. അത് രാഷ്ട്രീയത്തിനേക്കാൾ ചില കാര്യങ്ങൾ അധികം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അദ്ദേഹം വളരെ വിഷമത്തിലായിരുന്നു. അപ്പോൾ ബീങ് എ ചീഫ് മിനിസ്റ്റർ ഞാൻ ഓപ്പോസിറ്റ് ലീഡറെ പോയി കണ്ടിരുന്നു. അന്ന് ഞാൻ അദ്ദേഹത്തിനെ ഫിസിക്കൽ അസോൾട്ടൊക്കെ ഒന്നും ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പിന്നെ ആ സൈഡിൽ ഇങ്ങനെ 2 സൈഡിൽ നിന്നും ആവശ്യത്തിനുണ്ടായിരുന്നു. അപ്പോ KCR എന്താ പറഞ്ഞെന്ന് വെച്ചാ, രാഹുൽ ഗാന്ധി അദ്ദേഹം ഒരു നാഷണൽ പപ്പുവാണ്, അതുപോലെ തന്നെ രേവന്ത് റെഡ്ഡി തെലങ്കാനയുടെ പപ്പുവാണെന്നും പറയുന്നു. അതെ, ഞങ്ങൾ പപ്പു തന്നെയാണ്. പപ്പു ഈസ് പരിപ്പ്. പരിപ്പ് ഒന്ന് പ്രോട്ടീൻ ഫുഡല്ലേ സാർ? പപ്പു എന്ന് വെച്ചാൽ പരിപ്പാണ്. പരിപ്പ് ഒരു പ്രോട്ടീൻ ഫുഡല്ലേ, ആരോഗ്യത്തിനും വളരെ നല്ലതാ. ഇന്ന് എല്ലാവരും വെജിറ്റേറിയൻസും ആയില്ലേ സാർ? അല്ലാണ്ട് ഞങ്ങളൊന്ന് ഹെറോയിനോ കൊക്കൈനോ അല്ലാണ്ട് കഞ്ചാവോ ഒന്നും അല്ലല്ലോ. അതൊക്കെ അവരാണ്.
ഞങ്ങൾക്കുള്ള വ്യത്യസ്തത ഇതാണ്. നിങ്ങൾ ഡ്രഗ്സ് കൊടുക്കും, ഞങ്ങൾ പരിപ്പ് തന്നെയാ. പരിപ്പ് നല്ലതുവാ, ശരീരത്തിന് വളരെ താങ്കൾ നല്ലതാ. എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹം ട്രക്ക് പാഡ്ലെസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണെന്ന്. ഒരു പ്രാവശ്യം ഇങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരുടെ ഉള്ളിൽ ഇതുപോലെ ഡ്രഗ്സിനൊരു പ്രശ്നം വന്നത്. അന്ന് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ യൂത്തിനൊരു റോൾ മോഡലായിട്ടിരിക്കണം. ഞങ്ങൾ എല്ലാവരും ബ്ലഡ് സാമ്പിൾസ് തരാം. ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ചാലഞ്ച് ചെയ്തിരുന്നു. അതെന്താന്ന് വെച്ചാൽ വൈറ്റ് ചാലഞ്ച്. ഐ ഹാവ് ചാലഞ്ച് 3 persons. One is KTR, another one is കീശേശ്വര റെഡ്ഡി, third one is someone is important in തെലങ്കാന. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം എൻ്റെ ബ്ലഡ് സാമ്പിൾസ് കൊടുക്കാം. ഞാൻ ഡ്രഗ് ഫ്രീ ആണ്. ഞാൻ ആ 3 പേർക്ക് ഒരു ചാലഞ്ച് തരാം. അവർ 3 പേരും ബ്ലഡ് സാമ്പിൾസ് കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഈ മുഴുവൻ തെലങ്കാനയിലുള്ള യൂത്തൊക്കെ ഡ്രഗ് ഫ്രീ സൊസൈറ്റിയിലേക്കാനായിട്ടുള്ള വൈറ്റ് ചാലഞ്ച് ആയിരുന്നു ഞാൻ ചെയ്തതെന്ന്. അതിൽ അദ്ദേഹമാണ് തരാമെന്ന് പറഞ്ഞത്. അതുകൊണ്ടായിരുന്നു ഞാൻ ചാലഞ്ച് ചെയ്തത്. ഈ ഡേറ്റിൽ ഈ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലോട്ട് വരാം, നമുക്ക് പോയി സാമ്പിൾസ് കൊടുക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടുന്ന് ഓടിക്കളഞ്ഞു. നിങ്ങൾ എന്തിനാ പേടിച്ചോടിയേ? നിങ്ങൾ ഈ ഡ്രഗ്സ് ഒക്കെ എടുത്തോ ഇല്ലയോ എന്നൊന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ. ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമുള്ളൂ, അത് വൈറ്റ് ചാലഞ്ചാണ്. ഇന്ന് നിങ്ങൾക്കറിയാമല്ലോ സാർ, പഞ്ചാബിൽ എന്താ സംഭവിക്കുന്നത്, തെലങ്കാനയിൽ എന്താ സംഭവിക്കുന്നതെന്ന്, കോസ്മോപോളിറ്റൻ സിറ്റിയിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്. സോ നമ്മളാണ് യൂത്തിന് ഒരു നല്ല റോൾ മോഡൽ ആയിട്ടിരിക്കണ്ടേ. നമ്മളാണ് ഇവിടുത്തെ ലീഡേഴ്സ്. നമ്മളാണ് ഇവിടുത്തെ കറക്റ്റായ വഴി എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്, യങ്സ്റ്റേഴ്സിന്. അന്ന് ഞാൻ പറഞ്ഞത് വൈറ്റ് ചാലഞ്ച് എടുക്കാൻ എന്താ പ്രശ്നം നിങ്ങൾക്ക്? ഇപ്പോഴെല്ലാം താങ്കൾ അവരുടെ പോലീസ് ഓഫീസേഴ്സ് അതുപോലെ ഇന്റലിജൻസ് ഇവരെയെല്ലാം താങ്കൾ ജയിലിൽ ഇട്ടോണ്ടിരിക്കുകയല്ലേ? അദ്ദേഹം ഈ നാട്ടിൽ നിന്ന് ഓടിപ്പോയി. അവർ പോയി അമേരിക്കയിലിരിക്കണം. ആ ചീഫ് കാസിം ബ്രിഡ്ജ് ഇവിടെ നിന്ന് ഓടിപ്പോയി. മറ്റുള്ളവർ ഇതൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇൻവെസ്റ്റിഗേഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടെലിഫോൺ ടാപ്പിംഗ് ഒക്കെ കുറിച്ച്, മൊബൈൽ ഹാക്കിംഗ് കേസിനെ കുറിച്ച്. ടെലിഫോൺ ടാപ്പിംഗ് 2-3 പേരുടെ മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷേ അവരെയെല്ലാം താങ്കൾ ജയിലിൽ അടയ്ക്കുന്നത് പോലെ ഒന്നും ചെയ്തില്ലെന്ന് കേട്ടു. ഇന്ന് അതിനെക്കുറിച്ചുള്ള എൻക്വയറീസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യമൊന്നും ഇതുവരെ അറിഞ്ഞില്ല. ഇല്ലീഗൽ ഇന്റർസെപ്ഷൻ ഇസ് എ ക്രൈം. ഇപ്പോൾ ലീഗൽ ഇന്റർസെപ്ഷൻ ISIക്കായിട്ടും പിന്നെ നക്ലൈറ്റ്സിനായിട്ടും ഇതിൽ ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ധാരാളമായിട്ട് ചെയ്യാൻ പറ്റും. അൺഒഫീഷ്യലി thousands ഓഫ് മെമ്പേഴ്സ്, ബിസിനസ് ടൈക്കൂൺസ്, വലിയ വലിയ ആളുകൾ, പൊളിറ്റീഷ്യൻസ്, ഫാമിലീസ്, ആരെയും തന്നെ വിട്ടില്ല. ഇത് എന്ത് വഴിയാണ് ആക്ച്വലി? എവിടെയാണ് ഇതുപോലെ സംഭവിക്കുന്നത്? ഇതൊക്കെ ക്രൈമല്ലേ? ഇതൊക്കെ വെറുതെ വിടാൻ പാടുണ്ടോ ഇങ്ങനെ? ഒരു പക്ഷേ അതിനുശേഷവും ഇങ്ങനെ തെറ്റായം വന്ന് പൊസിഷനിലോട്ട് വന്നിരുന്നാൽ പ്രൈവസി മാത്രമല്ല, വൈഫ് ആൻഡ് ഹസ്ബൻഡ് സംസാരിക്കുന്നത് കേൾക്കാൻ പോലും നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതൊക്കെ നല്ലതിന് വേണ്ടിയാണ്. നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് പറയും. ഇതുപോലത്തെ ആൾക്കാരൊക്കെ എന്തിനാ വിടണ്ടേ? താങ്കളും അവരുടെ വീടിന്റെ മുകളിലൂടെ ഡ്രോണിനൊക്കെ പറപ്പിച്ചു. ചെയ്തതാ, സത്യമാണ്. പക്ഷേ അത് ഞാനല്ല, ഒരു ജേർണലിസ്റ്റ് പറത്തി വിട്ടിട്ട് അവരത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് ഒഫീഷ്യലി അവരുടെ അടുത്ത് പറഞ്ഞിരുന്നു. ഇവിടെ 25 ഏക്കറില് ഒരു നല്ല ഭംഗിയുള്ള വീടാ കെട്ടിയത്. അത് ഏകദേശം ഒരു 500 കോടി രൂപയുടെ അടുത്ത് വരും. ആദ്യം അദ്ദേഹത്തിന് ഇടാൻ ചെരുപ്പ് പോലും ഇല്ലായിരുന്നു. ഇപ്പൊ എവിടുന്ന് 500 കോടി രൂപ കിട്ടിയെന്നാ ഞാൻ ചോദിച്ചേ. പ്രസ് മീറ്റിൽ ഞാൻ ഈ കാര്യം പറഞ്ഞു. അദ്ദേഹം എവിടെയുള്ള കാണിക്കെന്ന് പറയുവാണ്. അന്ന് ഞാൻ അനൗൺസ് ചെയ്തിരുന്നു ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ പാലസ് കാണാനായിട്ട് വരുമെന്ന്. ഞാനന്ന് അവിടുന്ന് എല്ലാ മീഡിയയും വിളിച്ചോണ്ട് പോയി. അന്ന് ഏകദേശം ഒരു 5000 പോലീസ് ഉണ്ടായിരുന്നു. അന്ന് ആരെയും അവർ കടത്തിവിട്ടില്ല. അന്ന് ഞാൻ അവിടെ പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ പാലസ് കാണിച്ചു. എവിടുന്ന് അദ്ദേഹം ആ പാലസ് ഒക്കെ സമ്പാദിച്ചെടുത്തേ? അന്ന് ആ കേസിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ പാലസ് ഞാൻ കാണിച്ചെന്ന് പറഞ്ഞ് അന്ന് ഞാൻ MP ആയിട്ടിരുന്നു ലോക്സഭയിൽ. ഞങ്ങളുടെ ആളുകളൊക്കെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹം ജയിലിലോട്ട് അയച്ചു, റിമാൻഡ് ചെയ്തു. അതിനുശേഷം പാർലമെന്റിൽ ഞാൻ വന്നതിന് ശേഷം ജയിലിലോട്ടാണ് പോയത്. ആദ്യം അവിടെ പോയതും അടുത്തത് എന്നെ കൂടെ പിടിച്ചത് ആ ജയിലിലോട്ട് ഇട്ടു. നിങ്ങളുടെ ഇല്ലീഗൽ പ്രോപ്പർട്ടീസ് കാണിച്ച ജയിലിലോട്ട് പിടിച്ചിടുവോ? ജയിലിലും ഡിസ്റ്റൻഷൻ സെല്ലില് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഏജൻസിനെയും കാലിയാക്കി എടുത്തു. 16 ദിവസം അവരെന്നെ ഡിസ്റ്റൻഷൻ സെല്ലിൽ ഇട്ടിരുന്നു. ലോക്സഭയിലെ കാര്യം നടന്നുകൊണ്ടിരുന്നു. ഞാൻ ചെയ്തതാകെ ഇവരുടെ പ്രോപ്പർട്ടി കാണിച്ചു, അത്രേ ഉള്ളൂ. അതിലെന്ത് തെറ്റാ ഉള്ളത്? ഇപ്പൊ താങ്കൾ ഒരു ചീഫ് മിനിസ്റ്ററാണ്, താങ്കൾ വിടില്ല അല്ലേ? ഇല്ലല്ല, ഇത് കൂട്ട് പണിയൊന്നും ഞാനൊരിക്കലും കാണിക്കത്തില്ല. ജനങ്ങൾ എന്നെ ഈ സ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നത് ഇത് കൂട്ട് കാണിക്കാനല്ല. അവരെനിക്ക് കടമകൾ തന്നിട്ടുണ്ട്. എന്നെ വിശ്വസിച്ചാണ് അവർ തന്നെ. ജനങ്ങൾക്ക് നല്ലത് ചെയ്യുമെന്നും പിന്നെ ഗ്യാരണ്ടീസ് ഒക്കെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുമെന്നും ലോ ആൻഡ് ഓർഡർ ശരിയാക്കുമെന്നും ഡ്രഗ് ഫ്രീ ഹൈദരാബാദ് ഞാൻ കൊണ്ടുവരുമെന്നും എനിക്ക് ഈ അധികാരം അവർ തന്നത്. KCRും KTRനും കൊല്ലാനായിട്ട് എനിക്ക് വേറെ ഒരു കാര്യം ആവശ്യമില്ല. ഞാൻ ആ അസംബ്ലിയിലോട്ട് പോയി അദ്ദേഹത്തിനെ പിടിച്ചിട്ടടിക്കും. അതിനെനിക്ക് ഈ അധികാരമോ അതിന്റെ പവറോ ആവശ്യമുണ്ടെന്നില്ല. അതുപോലത്തെ തെറ്റായ പ്രവൃത്തിയൊന്നും ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല. ഇതൊരു വലിയ ചുമതലയാണ്. അവരെന്നെ നല്ല രീതിയിൽ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസം ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ലെന്ന് കരുതുക. പക്ഷേ താങ്കൾ ത്രൂ ഔട്ട് ക്യാമ്പയിനിങ്ങിൽ ധാരാളം അഴിമതി നടത്തിയതായിട്ടുള്ള കുറ്റങ്ങൾ ആരോപിച്ചിട്ടുണ്ട്. അതുപോലെ അവർ ക്രൈം ചെയ്തതായിട്ടും താങ്കൾ പറയുന്നുണ്ട്. അതിനുള്ള എന്തെങ്കിലും അന്വേഷണം? ഓൾറെഡി കാളിശ്ശേരം പ്രോജക്ടിന് വേണ്ടി നമ്മൾ എൻക്വയറിക്ക് കൊടുത്തിട്ടുണ്ട്. ജുഡീഷ്യൽ എൻക്വയറി നടത്തണം. പവർ പർച്ചേസിലും ജുഡീഷ്യൽ എൻക്വയറി സംഭവിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഞാൻ ഓർഡർ കൊടുത്തത്. പേഴ്സണലി ഞാനൊരു എൻക്വയറി ഓഫീസർ ആവണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഒരു കറക്റ്റായ പ്രോസസ്സും പ്രൊസീജിയറിനോടൊപ്പവും
ഞാനൊരു നല്ല എൻക്വയറി ചെയ്യും. എൻക്വയറിയിൽ എന്ത് ഔട്ട്കം വരുന്നോ അത് വെച്ചാണ് ഞാനിനി കാലീശ്വരത്തിന്റെ ഒരു സ്പീച്ച് ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാ 1,00,000 കോടി രൂപ രാഹുൽ ഗാന്ധി പറ്റിച്ചതായിട്ടാണ് അവർ പറയുന്നത്. പക്ഷേ പ്രോജക്ടിന്റെ വാല്യൂ 80,000 കോടിയാണെന്ന്. അദ്ദേഹം അതൊക്കെ തെറ്റു പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ റീസെന്റ് ആയിട്ട് എല്ലാ ന്യൂസും പബ്ലിഷ് ചെയ്തത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഹരീഷ് റാവോ ഇറിഗേഷൻ മിനിസ്റ്റർ, അദ്ദേഹം KCRന്റെ മരുമോനായിരുന്നു. അന്ന് ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് ഇന്ന് വരെ 1,02,000 crores ആണ് ആയിട്ടുള്ളത്. പ്രോജക്ട് ഡിസൈൻ ഫോർ 1,47,000 crores. അവരുടെ അടുത്ത് എല്ലാ റിപ്പോർട്ടും കൊടുത്തു. എന്നിട്ടും എന്താ നുണ പറയുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം നുണ പറയുന്നതിൽ എങ്ങനെയാന്ന് വെച്ചാൽ, ഒരുപക്ഷെ ഇന്ത്യയിൽ നുണ പറയുന്നതിന് വല്ല മെഡൽ കിട്ടുമെന്ന് വെച്ചാൽ അച്ഛനും മോനും ഈക്വൽ ആയിട്ട് കിട്ടും. വേറെ ആർക്കും തന്നെ ചാൻസ് കിട്ടൂല ഇവിടെ. ഓഡിയൻസിൽ നിന്ന് ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ശശി തരൂർ നിങ്ങളുടെ പാർട്ടിയിലുള്ള ഒരാളാണ്. മിനിസ്റ്ററായിട്ടും ഇരുന്നിട്ടുണ്ട്. മാത്രമല്ല വളരെ നല്ല ഡിപ്ലോമാറ്റുമാണ്, നല്ല എഡ്യൂക്കേറ്റഡുമാണ്. നിങ്ങൾ അദ്ദേഹത്തെ കഴുത എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ് സർ? അതിന്റെ പിന്നാലെ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ഇപ്പോൾ ആ പ്രശ്നമെല്ലാം സോൾവ് ആയി. പിന്നെയും എന്തിനാ നിങ്ങൾ ഇതൊക്കെ ഇവിടെ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്? ഒരു കോൺട്രവേഴ്സി ആയി. അപ്പോൾ അദ്ദേഹം ഹൈദരാബാദിലോട്ട് വന്നിരുന്നു. അദ്ദേഹം അന്ന് KTRനെ അപ്രീഷിയേറ്റ് ചെയ്തു, കുറേ അപ്രീഷിയേറ്റ് ചെയ്തു. അന്ന് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിന്റെ MP തെലങ്കാനയുടെ ഇലക്ഷനിൽ ആരെതിർത്ത് നിൽക്കാൻ പോകുന്നോ, ഞങ്ങളുടെ കണക്കിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് ജയിലിലോട്ട് പോയത്. ഈവൻ ഞാൻ തന്നെ ജയിലിലോട്ട് പോയി. എന്റെ പ്രോപ്പർട്ടീസ്, ഈവൻ എന്റെ ജീവിതം പോലും ഞാൻ പണയം വെച്ചാണ് ഇലക്ഷനിൽ എതിർത്ത് നിൽക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന് അപ്രീഷിയേറ്റ് ചെയ്താൽ ഞാൻ എന്താ പൊന്നാടയാണോ അണിയിക്കേണ്ടത്? എന്ത് ചെയ്യാനാ? കോൺഗ്രസ് പാർട്ടിയെ തെലങ്കാനയിൽ ക്ലോസ് ചെയ്തു എന്നാണ് അവർ കരുതുന്നത്. ഇല്ലെങ്കിൽ ഇതുപോലത്തെ രാഷ്ട്രീയക്കാർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതെങ്കിലും നിർത്തണം. കോൺഗ്രസിനെ എന്നെക്കൊണ്ട് തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇദ്ദേഹം ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൊടുക്കാൻ പാടില്ല. ഞാൻ ട്രൈ ചെയ്തതായിരുന്നു. ശശി തരൂരിന്റെ ഇംഗ്ലീഷ് അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാവില്ല. അദ്ദേഹം ഇംഗ്ലീഷിൽ എന്തെങ്കിലും താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ? അതെ, അദ്ദേഹം എന്തോ പറഞ്ഞു, പക്ഷെ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ശക്തി ജില്ലാ പരിഷത്ത് ഗവൺമെന്റ് സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. അവിടെ പഠിച്ചാണ് ഞാൻ ഇത്രയും ദൂരം വന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇംഗ്ലീഷ് മീഡിയമിൽ അത്ര പഠിച്ചില്ല. അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് അത്ര വശവുമല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുന്നു. എനിക്കും മനസ്സിലാവുന്നുണ്ട്. ഞാനും ഇംഗ്ലീഷ് പഠിപ്പിക്കാത്തൊരു സ്കൂളിലാണ് പഠിച്ചത്. പക്ഷേ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്. താങ്കൾ ഒരു സൗത്ത് ഇന്ത്യനാണ്, മാതൃഭാഷ തെലുങ്കാണ്, പക്ഷെ ഹിന്ദി നന്നായിട്ട് സംസാരിക്കുന്നുമുണ്ട്. അത് കമ്മ്യൂണിക്കേഷന് വേണ്ടി എന്തെങ്കിലും ഒരു ലാംഗ്വേജ് നമ്മൾ പഠിച്ചാലേ സാർ പറ്റൂ. അതുകൊണ്ട് ഇത് നമ്മുടെ നാടിൻ്റെ മൊഴിയാണ്. ഫോഴ്സ് ചെയ്ത് ആരെങ്കിലും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ട്രൈ ചെയ്താൽ പ്രശ്നമാവും. സൗത്തിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ട്. ഹിന്ദി വളരെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കാനായിട്ട് അവർ നോക്കുന്നു. അതിനുവേണ്ടിയുള്ള പരിശീലനത്തിലുമാണ്. ഇവിടെ തെലങ്കാന സ്റ്റേറ്റിൽ ഉറുദു ഒരു നോൺ ലാംഗ്വേജ് ആണ്, ബിക്കോസ് ഓഫ് നിസാം ഗവൺമെൻറ്. സോ അതുകൊണ്ട് ഹിന്ദി നമ്മളെങ്ങനെയും പാർലമെന്റിൽ സംസാരിക്കുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും പഠിച്ചേ പറ്റൂ. അതെ, എന്തെങ്കിലും പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ ഹിന്ദി പഠിച്ചല്ലേ മതിയാവും. വിധി നമ്മളെ എങ്ങോട്ട് വിളിച്ചോണ്ട് പോകും, നമ്മളെ കൊണ്ട് എങ്ങനെ പറയാൻ പറ്റും രജിത് സാർ? ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ രേവന്ത് റെഡ്ഡിയോടുള്ള വിചാരണയും ചോദ്യങ്ങളും നമുക്ക് തുടരാം. കൊണ്ടും അല്ല ഞാനിവിടെ ചീഫ് മിനിസ്റ്റർ ആയത്. അച്ഛന്റെ പേരിലോ അമ്മച്ചിയുടെ പേരിലോ ഒന്നും അല്ല ഞാൻ ചീഫ് മിനിസ്റ്റർ ആയ. ഞാൻ കഷ്ടപ്പെട്ട ചീഫ് മിനിസ്റ്റർ ആയത്. സോ KCRന് എനിക്ക് എന്ത് ഡിഫറൻസ് ആണ് സാർ ഉള്ളത്? അദ്ദേഹം ഒരു മാനേജ്മെന്റ് കോട്ടയാണ്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി തെലങ്കാനയുടെ CM ആയ രേവന്ത് റെഡ്ഡിയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ തെലങ്കാനയുടെ CM രേവന്ത് റെഡ്ഡിയുടെ മേൽ ചുമത്തപ്പെട്ട അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ ഡബിൾ സ്റ്റാൻഡേർഡ്സോട് ഉള്ള വ്യക്തിയാണെന്നാണ്. രേവന്ത് റെഡ്ഡി സാർ, രാഹുൽ ഗാന്ധിയാണ് താങ്കളെ കൊണ്ടുവന്നത്, താങ്കൾക്ക് സന്ദർഭം നൽകി, താങ്കളെ ചീഫ് മിനിസ്റ്ററാക്കി. പക്ഷേ ആ രാഹുൽ ഗാന്ധി വാച്ച്മാനെ മോഷ്ടാവെന്ന് വിളിക്കുന്നു. പക്ഷെ ആ വാച്ച്മാനെ താങ്കൾ വല്യേട്ടൻ എന്ന് വിളിക്കുന്നു. ഇല്ലില്ല, ഇപ്പോ നിങ്ങള് രജിത് സാർ സിറ്റുവേഷൻ നിങ്ങള് മനസ്സിലാക്കണം. നരേന്ദ്ര മോഡിജി ബീയിങ് ഓൺ എ പ്രൈം മിനിസ്റ്റർ എൻ്റെ സ്റ്റേറ്റിലോട്ട് വന്നിരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേജിലിരുന്നത്. അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ നരേന്ദ്രമോദിജി എൻ്റെ വലിയേട്ടനാണെന്നാണ് ഞാൻ പറഞ്ഞത്. ബീയിങ് ഓൺ എ പ്രൈം മിനിസ്റ്റർ, ദിസ് കൺട്രി ഈസ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇവിടെയുള്ള ചീഫ് മിനിസ്റ്റർ എല്ലാവർക്കും തന്നെ, ഇവിടെയുള്ള എല്ലാ ചീഫ് മിനിസ്റ്റേഴ്സ്ക്കും നിങ്ങൾ വലിയേട്ടൻ തന്നെയാണ്. നിങ്ങൾ അങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്. ഞങ്ങളുടെ ഗിഫ്റ്റ് സിറ്റിയെ ഗുജറാത്തിലോട്ട് എടുത്തോണ്ട് പോയി, ബുള്ളറ്റ് ട്രെയിൻ വിട്ടു,
സബർമതി റിവർ ഫ്രണ്ട് എല്ലാം കൂടെ നിങ്ങൾ ഗുജറാത്തിലോട്ട് എടുത്തോണ്ട് പോയി. എന്തിന് തെലങ്കാനയ്ക്ക് വേണ്ടി ബൂസി റിവർ ഫ്രണ്ട് കൊടുക്കൂ, മെട്രോ റെയിൽ തരൂ. അതിനോടൊപ്പം അവിടെ ഡെവലപ്മെന്റിന് വേണ്ടി ഞങ്ങൾക്ക് കുറേ ഫണ്ടിന്റെ ആവശ്യമുണ്ട്. അത് നിങ്ങൾ മാത്രമേ തരാൻ പറ്റുള്ളൂ. ഇതുവരെ മോഡിജി ഒന്നും തന്നിട്ടുമില്ല. പക്ഷേ എപ്പോഴും ഫൈറ്റ് റിലീവിംഗ് എക്കണോമിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഫൈറ്റ് റിലീവിംഗ് എക്കോണമി ഇന്ത്യയിലോട്ട് വരണമെന്ന് വെച്ചാൽ ഇന്ത്യയിൽ മൊത്തം 5 മെട്രോപൊളിറ്റൻ സിറ്റിയാണുള്ളത്. ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, കൽക്കട്ട. ഹൈദരാബാദ് ഈസ് വൺ ഓഫ് ദി മെട്രോപൊളിറ്റൻ സിറ്റീസ്. ഒരുപക്ഷെ ഫൈറ്റ് റിലീവിംഗ് എക്കോണമി നമ്മൾ പോയി റീച്ച് ആവണമെന്ന് വെച്ചാൽ IT, ഫാർമ സെക്ടേഴ്സിൽ നമ്മൾ നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. മോഡിജി ഞങ്ങളുടെ തെലങ്കാനയ്ക്ക് വേണ്ടി കുറേ അന്യായമാണ് ചെയ്തു കൂട്ടുന്നത്. തെലങ്കാനയ്ക്ക് വരുന്ന എല്ലാ പ്രോജക്ട്സിനെയും പേടിപ്പിച്ച് വഴക്കുണ്ടാക്കി ഗുജറാത്തിലോട്ട് എടുത്തുകൊണ്ട് പോവുക. അതുകൊണ്ടാണ് നിങ്ങൾ വലിയേട്ടനാണെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞത്. എല്ലാ ചീഫ് മിനിസ്റ്ററും നിങ്ങൾ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ സിറ്റുവേഷൻ കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ദാറ്റ് ഈസ് നോട്ട് എൻ പൊളിറ്റിക്കൽ പാർട്ടി മീറ്റിംഗ്. സോ വൺലി ഗവൺമെൻറ്. സോ എപ്പോഴും സെൻട്രലിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒരു നല്ല അറ്റ്മോസ്ഫിയർ, ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവണം. ഇൻസ്റ്റിറ്റ്യൂഷനോടൊപ്പം ഞാൻ വഴക്കിടാൻ തയ്യാറല്ല. ഗവർണറുടെ കൂടെയോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെ കൂടെയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൂടെ ഞാൻ വഴക്കിടാൻ തയ്യാറല്ല. എൻ്റെ വഴക്ക് ഒരു ന്യായമായിട്ടുള്ള പോരാട്ടമാണ്. BJPക്കെതിരെ കോൺഗ്രസ്. പക്ഷെ രാഹുൽ ഗാന്ധി ദിവസവും വഴക്കുണ്ടാക്കുന്നു. അത് ശരിയായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയല്ലേ വഴക്കുണ്ടാവുന്നത്. രാഹുൽജി, അദ്ദേഹത്തിന്റെ തോട്ട് എന്ന് പറയുന്നത് വേറെ കാര്യമാണ്. ഞാൻ ചീഫ് മിനിസ്റ്ററായിട്ട് പ്രൈം മിനിസ്റ്ററെ അഡ്രസ് ചെയ്യുമ്പോൾ എൻ്റെ സ്റ്റേറ്റിന്റെ ആവശ്യങ്ങളെ ഞാൻ പ്ലേസ് ചെയ്തല്ലേ പറ്റൂ. രാഹുൽ ഗാന്ധി എന്താ പറയുന്നതെന്ന് വെച്ചാ, ഗൗതം അദാനി ഒരു പിക് പോക്കറ്ററാണ്. അദാനി സൈലന്റായിട്ട് നമ്മുടെ പോക്കറ്റിൽ നിന്നും മോഷ്ടിക്കുന്നു. പക്ഷേ താങ്കൾ മുഖ്യമന്ത്രി ആയപ്പോൾ തന്നെ 12,400 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് നൽകിയിരിക്കുന്നത്. ഞാൻ എൻ്റെ പ്രോജക്റ്റ് കൊടുത്തില്ല. മോഡിജി പോർട്സ്, എയർപോർട്ട്, നാഷണൽ ഹൈവേ, അതിൻ്റെ ഒപ്പം നവരത്ന, അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള എല്ലാ പ്രോജക്ട്സും ഗവൺമെൻറ് റെഡിയായതിനു ശേഷം കുറഞ്ഞ വിലയ്ക്കാണ് അദാനിക്ക് കൊടുത്തിട്ടുള്ളത്. ഞാൻ അദാനിയുടെ പാക്കറ്റിലുള്ള പണം എടുത്തുകൊണ്ട് വന്ന് എൻ്റെ സ്റ്റേറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ വെച്ച്. ഞാൻ എൻ്റെ സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടി ഒന്നും തന്നെ കൊടുത്തില്ല അദ്ദേഹത്തിന്. ഞാൻ അദ്ദേഹത്തിൻ്റെ പവർ സെക്ടറിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെക്ടറിൽ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻ്റാണ് ഞാൻ മേടിച്ചത്. ഇൻവെസ്റ്റ്മെൻറ്റ് ആർക്ക് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ലെവൽ പ്ലേയിങ് ഫീൽഡിൽ ഈക്വൽ ആയിട്ടിരിക്കണം. അദാനി ആയിക്കോട്ടെ, ടാറ്റ ആയിക്കോട്ടെ, അംബാനി ആയിക്കോട്ടെ, ബിർല ആയിക്കോട്ടെ. എൻ്റെ സ്റ്റേറ്റിലോട്ട് ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ, എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ, ആ ഐഡിയയോടെ എൻ്റെ സ്റ്റേറ്റിലോട്ട് വന്നാൽ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഈക്വൽ ആയിട്ട് കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അദാനിയെ ഡിസ്ക്വാളിഫൈ ചെയ്തത്. വേറെ ഒരു കാരണവുമല്ല. അദാനിയുടെ ബ്രാൻഡൊന്നും ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല. എനിക്ക് ഇത് മൂലമായിട്ട് ഫേവർ ചെയ്യാനും ഇഷ്ടമല്ല. രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അദാനി ഒരു വലിയ പ്രശ്നമായി മാറിയെന്നാണ്. അതായത് രാഹുൽജി എന്താ പറയുന്നതെന്ന് വെച്ചാ, TV ഓൺ ചെയ്താൽ അദാനിക്കാണ് പണം പോകുന്നത്. പെട്രോൾ അടിച്ചാലും അദാനിയുടെ പക്കലേക്ക് പണം പോകുന്നു. ഫ്ലൈറ്റിൽ പോയാലും അദാനിക്ക് പണം കിട്ടുന്നു. അതെ, ഗവൺമെന്റിന്റെ കോൺട്രാക്ട് ആണ് കൊടുക്കുന്നത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, രാഹുൽജി പറഞ്ഞത് ശരിയാണ്. കാരണം ഗവൺമെന്റ് അവർക്ക് വളരെ വില കുറച്ചാണ് കൊടുക്കുന്നത്. ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഹെസിസ്റ്റേറ്റ് ചെയ്യുന്നു, പക്ഷെ ഫോട്ടോ എന്റെ അടുത്തുണ്ടല്ലോ. താങ്കൾ വെരി നൈസ്. ഫോട്ടോയിൽ വളരെ നന്നായിട്ടുണ്ടല്ലേ. ഇതെന്റെ അടുത്തുനിന്ന് മിസ്സായി പോയി. എനിക്ക് അന്നേരം ഞാൻ വെച്ചോളാം. ഞാൻ അദാനിജീനെ ഒരു 4 ചുമരിനകത്തല്ലല്ലോ കണ്ടത്. പബ്ലിക്കായിട്ട് ജനങ്ങൾക്ക് മുമ്പേ എല്ലാവരുടെ മുമ്പിൽ വെച്ചല്ലേ ഞാൻ അദ്ദേഹത്തിനെ കണ്ടിരുന്നേ. നിങ്ങളുടെ പണം എടുത്തുകൊണ്ട് വന്ന് തെലങ്കാനയിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ രജിത് സാർ, നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും യു ആർ മോസ്റ്റ് വെൽക്കം ടു ദ തെലങ്കാന. കാരണം me being the chief minister, I have to invite the investments, have to create the employment in my state. പക്ഷേ മറ്റുള്ളവരോടൊപ്പം, ഉദാഹരണമായിട്ട് ടാറ്റയോടൊപ്പം, ബിർളയോടൊപ്പം ബിസിനസ് ചെയ്തിരുന്നെങ്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷെ ദിവസവും നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്താ പറയുന്നതെന്ന് വെച്ചാൽ, BJPക്ക് എപ്പോൾ ഭരണം കിട്ടിയാലും സോഴ്സ് എല്ലാം അദാനിക്ക് നൽകുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളൊരു പിക്ചർ എന്താണെന്ന് വെച്ചാൽ, അദാനി ഈ രാജ്യത്തെ മോഷ്ടിച്ച് തിന്നുകയാണെന്ന്. സോ രാജ്യത്തെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന വ്യക്തി എങ്ങനെ തെലങ്കാനയിൽ ഒരു വലിയ ഇൻവെസ്റ്റർ ആയെന്നുള്ള കാര്യം താങ്കൾ പറയുക. ഞാൻ മോഷ്ടിക്കാനായിട്ട് തീർച്ചയായിട്ടും വിടത്തില്ല. ഞാൻ അവിടെ ഉണ്ടല്ലോ. കാരണം റേവന്ത് റെഡ്ഡിയാണ് ഇവിടെ ഉള്ളത്. ഇല്ല രജിത് സാർ, തെലങ്കാനയിൽ റേവന്ത് റെഡ്ഡി ഉണ്ട്. അവൻ അവിടെ ആരെയും മോഷ്ടിക്കാൻ വിടത്തില്ല. ഞങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ മേടിക്കുള്ളൂ. ഞങ്ങൾ എംപ്ലോയ്മെന്റ് തിരിച്ചു കൊടുക്കും, ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടിയും തിരിച്ചു കൊടുക്കും. ഏതെങ്കിലും ഇൻവെസ്റ്റേഴ്സ് എൻ്റെ സ്റ്റേറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുവാണെന്ന് വെച്ചാൽ അവർക്കായിട്ടുള്ള ഗ്യാരണ്ടി ഞാൻ തരാം. അവരുടെ പൈസയ്ക്കായിട്ട് അവർ പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. സോ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഈസ് സംതിങ് ഡിഫറെന്റ് ഫ്രം ലൂട്ടിംഗ് പബ്ലിക് മണി. സോ ഐ എം ദാറ്റ് ടു പ്രൊട്ടക്ട് മൈ പീപ്പിൾ. പക്ഷേ
ധാരാളം ലീഡേഴ്സ് റീസെന്റ് ആയിട്ട് കോൺഗ്രസ് ഉപേക്ഷിച്ചു. പിന്നെ കോൺഗ്രസിന്റെ സ്പോക്സ് പേഴ്സൺ ആയിരുന്ന അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ കോൺഗ്രസിൽ വെൽത്ത് ക്രിയേറ്റേഴ്സിനെതിരായിട്ട് സംസാരിക്കാൻ നിർബന്ധിക്കുന്നുവെന്ന്. വെൽത്ത് ക്രിയേറ്റേഴ്സായ അദാനിയും അംബാനിയും കൂടുതൽ ഉയർത്താൻ പാടില്ലെന്ന് പറയുന്നെന്ന്. ഇതൊക്കെ ഒരു വെറും റൂമറാണ്. ഒരാള് പാർട്ടി ഇട്ടിട്ട് പോവാന്ന് വെച്ചാൽ അടുത്തതായിട്ട് അവരെവിടെ പോകുന്നോ അതിനെക്കുറിച്ച് സംസാരിക്കുള്ളൂ. ഒരുപക്ഷെ അവർ ഇൻഫോസിസ് വിട്ടിട്ട് വിപ്രോയ്ക്ക് പോയാൽ വിപ്രോയെക്കുറിച്ചേ സംസാരിക്കത്തുള്ളൂ. നിങ്ങൾ ഏത് പാർട്ടിക്ക് പോകുന്നു ആ പാർട്ടിയെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. രാഷ്ട്രീയം വിട്ടുപോയില്ലല്ലോ. എലിവേഷന് വേണ്ടിയും പ്രൊമോഷന് വേണ്ടിയും കേസിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ടും നിങ്ങളുടെ പാർട്ടി ഇട്ടിട്ട് പോവാന്ന് വെച്ചാൽ നിങ്ങളുടെ പാർട്ടിക്കെതിരെ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അത് അവർ ചെയ്തിട്ട് പോകാനാ പോകുന്നത്. അവിടെയുള്ള ബോസ് എന്താണ് പറയാൻ പോകുന്നത്? തീർച്ചയായിട്ടും വഴക്ക് പറഞ്ഞിട്ട് വരാനല്ലേ പറയത്തുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്താലേ നിങ്ങൾക്ക് നല്ല പോസ്റ്റിംഗ് തരത്തുള്ളൂ എന്ന് അവർ പറയും. സോ ഈ കാര്യമൊക്കെ രാഷ്ട്രീയമാണോ? പിന്നെ KCRന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് ഞാൻ കണ്ടു. ലോക്സഭാ ഇലക്ഷന് ശേഷം രേവന്ത് റെഡ്ഡിയും BJPയിലേക്ക് വന്ന് ചേരുമെന്ന്. ഇല്ല, ഞാൻ അത് തന്നെയാ പറയുന്നത്. ആ അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ടാണ് ഇന്ന് ഞങ്ങള് ലോക്സഭയില് 5 സീറ്റ് ജയിച്ചു കാണിച്ചിരിക്കുന്നത്. ലോക്സഭാ സീറ്റ് ഞങ്ങൾ ജയിച്ചു. എന്തൊക്കെയാണെന്ന് ഞാൻ പറയാൻ നോക്കൂ. മെഹബൂബ് നഗർ, ചേവല്ല, ഭുവൻഗിരി, ജൈറാബാദ്, പൽക്കാജ്ഗിരി, ഈ 5 സീറ്റില് BRSക്കാര് BJPനെ ജയിപ്പിക്കാനായിട്ട് തന്നെയാണ് ഈ കോൺട്രാക്ട് എടുത്തത്. കോൺട്രാക്ട് എടുത്തവര് എനിക്കെതിരെ എന്താണ് പറയാൻ പോകുന്നത്? ഇന്ന് ഞാൻ BJPക്ക് പോണോന്ന് വെച്ചാൽ 2017 ഞാൻ തന്നെ BJPക്ക് പോയിരിക്കുമല്ലോ. ഇപ്പോഴും BJPയുടെ ഭരണം തന്നെയല്ലേ. ഇന്ന് ഞാൻ കോൺഗ്രസിന്റെ പാർട്ടിയിലാണ് ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്നത്. എനിക്കിതൊക്കെ ആവശ്യമില്ലാത്ത കാര്യമാണ്. ഒരുപക്ഷെ ഞാൻ പവർ ചോദിക്കേണ്ടതുണ്ടായിരുന്നെങ്കിൽ അപ്പോളേ അന്നേ 2040 അവരുടെ പാർട്ടിയിലോട്ട് ഞാൻ പോയിരുന്നേനല്ലോ. 2017 ഞാൻ BJPയിലോട്ട് പോയിട്ട് അവിടെ മന്ത്രി ആയെന്നല്ലോ. ഓൾ ദീസ് ഡേയ്സ് 17 years I have been in opposition. എന്റെ പേരിൽ എന്റെ കഷ്ടത്തിൽ ഈ ഇലക്ഷനിൽ നിന്ന് ഞാൻ തന്നെയാണ് ജയിച്ചിരിക്കുന്നത് ഇവിടെ. അല്ലാണ്ട് ആരുടെ ദയ കൊണ്ടും അല്ല ഞാനിവിടെ ചീഫ് മിനിസ്റ്റർ ആയത്. അച്ഛന്റെ പേരിലോ അമ്മച്ചിയുടെ പേരിലോ ഒന്നും അല്ല ഞാൻ ചീഫ് മിനിസ്റ്റർ ആയ. ഞാൻ കഷ്ടപ്പെട്ട ചീഫ് മിനിസ്റ്റർ ആയത്. സോ KCRന് എനിക്ക് എന്ത് ഡിഫറൻസ് ആണ് സാർ ഉള്ളത്? അദ്ദേഹം ഒരു മാനേജ്മെന്റ് കോട്ടയാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ കാരണമാണ് അദ്ദേഹത്തിന് ജോലി കിട്ടിയത്. അച്ഛന്റെ സഹായം ഇല്ലെങ്കിൽ ഒരു പ്യൂൺ പോലും ആവാൻ പറ്റില്ലായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം എങ്ങനെ എന്നെ എതിർത്ത് സംസാരിക്കുന്നത്? അദ്ദേഹം ഡയലോഗൊക്കെ നന്നായിട്ട് പറയും. അദ്ദേഹം പറയുന്നു രേവന്ത് റെഡ്ഡി ചെറിയ മോദിയാണ്. ചെറിയ മോദിയും വലിയ മോദിയും അദാനിയും കൂടെ ചേർന്ന് തെലങ്കാനയിൽ ഒരു ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കാൻ പറയുന്നു. ശരിയാ, അവരും കൂടെ സന്തോഷപ്പെടട്ടെ. എത്ര ദൂരം സാറേ ഉള്ളത്? വെറും 2 മാസമല്ലേ ഉള്ളൂ. ഇനി 2 മാസത്തിന് ശേഷം എല്ലാം തനിയെ പിരിഞ്ഞു പോയേക്കും. അതായത് ധാരാളം പേര് കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയത് സത്യമാണ്. വലിയ വലിയ ലീഡേഴ്സ് എല്ലാം പുറത്തുപോയി. അതിൽ പലരും രാഹുൽ ഗാന്ധിക്ക് വളരെയധികം ക്ലോസ് ആയിരുന്ന വ്യക്തികളാണ്. അതായത് സിന്ധ്യ, ജിതിൻ പ്രസാദ്, പിന്നെ RPN സിംഗ്. അവരൊക്കെ പാർട്ടിയിൽ നിന്നും പുറത്തു പോവുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. കേസസ് ഉണ്ട്. ED കേസസ്, ഇൻകം ടാക്സ് കേസസ്. നിങ്ങൾക്ക് മോഡിജിയുടെ സ്ലോഗൻ അറിയാലോ, ഐസ് ഓർ നൈസ്. ഐസ് കർത്തോ ഇൻകം ടാക്സ് CBI ED, നൈസ് കർത്തോ നോർക്കോട്ടിക്സ് ഇൻകം ടാക്സ് CBI ED. നിങ്ങൾക്ക് നൈസ് വേണോ അതോ ഐസ് വേണോ? നിങ്ങൾക്ക് എന്ത് വേണോ നിങ്ങൾ തന്നെ പറയൂ. അതുകൊണ്ട് ഇതിന്ന് ഐസോ ഇല്ലെങ്കിൽ നൈസാണോന്ന് ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ ഒരു ഓഫർ കിട്ടിക്കാണും. ഇതുകൊണ്ടായിരിക്കും അവർ പോയത്. KCRന്റെ പാർട്ടിയിൽ നിന്നും മേയേഴ്സും MLAസും എല്ലാം താങ്കളുടെ പാർട്ടിയിലേക്ക് ചേർന്നിരിക്കുകയാണ്. 3 MLA, 1 മേയറും. അവർക്ക് എന്ത് ഓഫറാണ്? രാജ്യസഭാ മെമ്പറിനെ ഞാൻ ഫ്ലോർ ലീഡറായിട്ടാക്കി. കേശവ റാവുജി BRSനോടൊപ്പം ലീഡർ ഓഫ് ദി ഹൗസ്. അതായത് അവർക്ക് താങ്കൾ എന്താണ് നൽകിയത്? ഐസാണോ നൈസാണോ? ഒന്നുമില്ല, സ്നേഹമാണ് കൊടുത്തത്. അതുകൊണ്ട് അവര് കോൺഗ്രസിലോട്ട് വന്ന് ചേർന്നതൊക്കെ. അല്ലെങ്കിൽ താങ്കളും പുതിയ വാഷിംഗ് മെഷീനൊക്കെ വാങ്ങിച്ചു? ഇല്ല, ഇനിയും മേടിച്ചില്ല. അതല്ലേ ഇപ്പൊ കുറെ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുക. തീർച്ചയായിട്ടും മേടിച്ചേക്കാം. കേജ്രിവാൾ ഇപ്പോൾ ജയിലിലാണുള്ളത്. മാത്രമല്ല അദ്ദേഹം CM ആയി തുടരണമെന്നും ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ അത് ശരിയാണോ? അതെ, ശരിയാണ്. ഇല്ലീഗലായിട്ട് അറസ്റ്റ് ചെയ്ത അദ്ദേഹത്തിനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ഗവൺമെന്റ് നടത്തിയല്ലേ പറ്റൂ. സോ ആ അറസ്റ്റ് എന്തുകൊണ്ടാണോ ചെയ്തിരിക്കുന്നത്, അതെന്തുകൊണ്ടാന്ന് നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. 2 വർഷമായിട്ട് കേസ് നടക്കുന്നു. ഇലക്ഷൻ സമയത്ത് അറസ്റ്റ് ചെയ്ത് അകത്തിട്ട കാരണം ഇലക്ഷനിൽ അത്ര വഴക്ക് വരുന്നില്ല. വോട്ടിംഗ് സമയത്ത് തോൽക്കുമെന്ന് പേടി കൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് BJP പാർട്ടി അകത്ത് വെച്ചിരുന്നത്. നിങ്ങൾ 2 മാസത്തിന് ശേഷം അറസ്റ്റ് ചെയ്താൽ എന്തായിരിക്കാൻ പോകുന്നു? ഇലക്ഷൻ സ്കെഡ്യൂള് അനൗൺസ് ചെയ്തതിന് ശേഷം സ്വരഞ്ജിയെ അറസ്റ്റ് ചെയ്തു, സിറ്റിംഗ് ചീഫ് മിനിസ്റ്റർ. കേജ്രിവാൾ സാറിനെ അറസ്റ്റ് ചെയ്തിരുന്നു. 2-3 വർഷങ്ങളായിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ഈ ഇലക്ഷൻ സമയത്ത് അറസ്റ്റ് ചെയ്തത്. അങ്ങനെ ചെയ്താൽ കേജ്രിവാളിന് എന്ത് വഴിയാ ഉള്ളത്? സോ ആരെങ്കിലും ഇല്ലീഗൽ ഡിറ്റൻഷൻ വല്ലതും ചെയ്തിരുന്നാൽ വളരെ തെറ്റാണത്. ഒരുപക്ഷെ എവിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ 2 വർഷം കേസ് എവിഡൻസും വെച്ചോണ്ട് എന്തിനാ വെറുതെ ഇരുന്നത്? പല സമയത്ത് കേസിന് എവിഡൻസ് ഇല്ലാണ്ട് എന്തിനാണ് നിങ്ങൾ കേജ്രിവാളെ അറസ്റ്റ് ചെയ്തത്? ഇതിന് മോഡിജിയാണ് വന്ന് ഉത്തരം പറയേണ്ടത്.
മോഡിജി വ്യത്യസ്തമായിട്ടാണ് ഭരണം നടത്തേണ്ടതെന്നാണ് നോക്കുന്നത്. നാടിനെ രക്ഷിക്കാനായിട്ട് എന്തോ ചെയ്യാൻ പോവാന്ന് പറഞ്ഞു, അത് ശരിയല്ല. അത് ഈ നാടിന് നല്ലതല്ല. ഇനി കറപ്ഷൻ ഇപ്പോ പനിഷ്മെന്റ് കൊടുക്കാനായിട്ടല്ല ഞങ്ങൾ നിർത്തിയത്, ബട്ട് ദ സിറ്റുവേഷൻ ഓഫ് അറസ്റ്റ്. 104 കോടി ആൾക്കാരാണ് ഇത് കണ്ടോണ്ടിരിക്കുന്നത്. എലക്ഷൻ വന്നതിന് ശേഷം ഏതൊരു ചീഫ് മിനിസ്റ്ററെയും ഏതൊരു പാർട്ടിയും ഏതൊരു പ്രൈം മിനിസ്റ്ററും ഏതൊരു ഗവൺമെന്റും എലക്ഷൻ തീർന്നതിന് ശേഷം ED കേസും കൊണ്ട് അറസ്റ്റ് ചെയ്യുന്നതൊക്കെ നാടിന് നല്ല കാര്യമാണോ? നിങ്ങളൊന്ന് പറയൂ. ഇതൊക്കെ എന്താണ്, നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് പറയൂ. സർ, ഒരുപക്ഷെ താങ്കൾ KCRയെ ജയിലിലേക്ക് അയച്ച് അവിടെ ഡബിൾ ബെഡ്റൂം ചെയ്തു കൊടുത്താൽ ശരിയാണോ അത്? ഇല്ലല്ല, ഞാൻ സിറ്റുവേഷനാണ് പറയുന്നത്. ഇത് ഒരുപക്ഷെ സത്യമായിട്ട് കെജ്രിവാൾ സാറിന്റെ ഇത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആ കുറ്റം എന്തായിരുന്നു? 100 കോടി രൂപ ഏതോ ഒരു ലിക്കർ ബിസിനസ് ചെയ്യുന്ന ബിസിനസ്മാന്റെ അടുത്തുനിന്ന് മേടിച്ചിരുന്നു. അത് വെച്ച് ഗോവ ഇലക്ഷൻ, പഞ്ചാബ് ഇലക്ഷൻ യൂസ് ചെയ്തു. അത്രയല്ലേ ഉള്ളൂ. അതിനുശേഷം സെയിം ലിക്കർ ബിസിനസ് ചെയ്യുന്നവര് ഇലക്ടോറൽ ബോണ്ട്സ് ആയിട്ട് അറസ്റ്റ് ആയതിനു ശേഷം 400-500 കോടി ഫണ്ട് മേടിക്കുന്നു അതേ സെയിം പേഴ്സന്റെ അടുത്ത്. ഏതാളാണോ ആ കെജ്രിവാളിന് വേണ്ടി പൈസ എടുത്ത് കൊടുത്തത്, അലിഗേഷൻ സംഭവിച്ചിട്ടിരിക്കുമ്പോൾ ആ ആള് തന്നെ 400 to 500 crores given to the same ഭാരത് ജനതാ പാർട്ടി in the name of electoral bonds. അതിനുശേഷം നിങ്ങളത് വൈറ്റിൽ മേടിക്കുന്നോ ഇല്ലെങ്കിൽ ബ്ലാക്കിൽ മേടിച്ചാലോ എന്ത് വ്യത്യസ്തമാണോ ഉള്ളത് പറഞ്ഞു തരുമെന്ന്. അതിന്റെ പ്രതിഫലനം നമുക്ക് ഇലക്ഷനിൽ കാണാൻ സാധിക്കുമോ? ഡെഫിനറ്റ്ലി, എന്തുകൊണ്ടില്ല? ജനങ്ങളൊക്കെ കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത്. സുപ്രീം കോടതിന്റെ ജഡ്ജ്മെന്റിന് ശേഷം ആ ആള് തന്നെ വന്ന് ഇലക്ട്രോൾ ബോണ്ട്സ് ഒക്കെ മേടിക്കുവാണ്. ഏത് പാർട്ടിയാണ് ആരൊക്കെയാണ് കൊടുത്തതെന്നുള്ള കാര്യം ആ ലിസ്റ്റിൽ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. മുഴുവൻ ഇന്ത്യക്കുമായിട്ട് 22,500 crores ഇലക്ട്രോൾ ബോണ്ട്സ് ആണ് ഇവർ മേടിച്ചിരിക്കുന്നത്. അതിൽ 6,780 crores, ഓൾമോസ്റ്റ് 7,000 crores 4 വർഷത്തിൽ തന്നെ BJPക്ക് അത്രയും പൈസയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ബോണ്ട്സ് ഒക്കെ കൊടുത്തത് ആരാന്ന് പറയേ? എങ്ങനെയാണ് ഇതൊക്കെ വന്നേ? ആകാശത്തുനിന്ന് ആരെങ്കിലും ഇറക്കി തന്നതാണോ ഇത്? ബിജെപിക്കാരുടെ ആർഗ്യുമെന്റ് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ പറയുന്നത് 18 സംസ്ഥാനങ്ങളിലും അതുപോലെ 10 വർഷമായിട്ട് കേന്ദ്രത്തിലും ഭരണമുണ്ടെന്ന്. ഞങ്ങൾക്ക് 6,000 കോടി രൂപ ലഭിച്ചു. പക്ഷേ മറ്റുള്ള പാർട്ടിക്കാർക്ക് ഇതിലും കൂടുതൽ വല്ലതും ലഭിച്ചോ? കോൺഗ്രസിന് ലഭിച്ചു. TMC ഒരു സംസ്ഥാനത്തിൽ മാത്രം ഭരിക്കുന്ന പാർട്ടിയാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ അവർക്കും നിങ്ങൾക്കും വേറെ വ്യത്യാസമൊന്നുമില്ലല്ലോ. വ്യത്യാസം ഉണ്ടെന്ന് എന്തിനാ ക്ലെയിം ചെയ്യുന്നത്? ഇവിടെ നീതികൾ രാജ, ഞങ്ങൾ വളരെ എക്സ്ട്രീമാണ്, നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞ പോലെ ചെയ്യുന്നതെന്നുള്ള ഗവൺമെന്റ് രീതിയിൽ ക്ലെയിം ചെയ്തരുത്. നിങ്ങളും BRS പോലെയാണ്, TMC പോലെയാണ്. നിങ്ങളും മറ്റുള്ള കറപ്റ്റഡ് പാർട്ടി മാതിരി തന്നെയാണ്. നിങ്ങളും അവരും ഒരുപോലെ തന്നെയല്ലേ ഉള്ളത്. നിങ്ങൾ എന്തിനാ തനിച്ച് പിരിച്ച് സംസാരിക്കുന്നത്? നിങ്ങളും അവർ വേറെയല്ല, രണ്ടുപേരും ഒന്ന് തന്നെയാ. ഇപ്പോ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ടോ അതുമാത്രമല്ല സോറനെ അറസ്റ്റ് ചെയ്തതുകൊണ്ടോ ലോക്സഭാ ഇലക്ഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? ഡെഫിനറ്റ്ലി. ഞാൻ വിദ്യാർത്ഥി പരിഷത്തിൽ ഇരുന്നത് വരെ ഞാൻ BJPനെ കണ്ടോണ്ടാണ് ഇരിക്കുന്നത്, അതായത് ഭാരതീയ ജനതാ പാർട്ടി. എനിക്കറിഞ്ഞ് 81 തൊട്ടാണ് ഈ ഭാരതീയ ജനതാ പാർട്ടി ആരംഭിച്ചത്. 85 ഇലക്ഷനിലും ലിറ്റിൽ ബിറ്റ് ആം അബ്സർവിംഗ് ദ ഇലക്ഷൻ പാറ്റേൺ. എപ്പോഴും ഇലക്ഷന് മുമ്പായിട്ട് 1-2 വർഷത്തിന് മുമ്പായിട്ട് ഒരു അജണ്ട തീരുമാനിക്കും. ഈ അജണ്ട വെച്ചാണ് ഇലക്ഷനിൽ നിൽക്കണമെന്നുള്ളതും തീരുമാനിക്കുന്നത്. ആ അജണ്ടയുടെ മേലെയാണ് ഞങ്ങൾ പ്രിപ്പറേറ്റീവ് വർക്കും തീരുമാനിക്കുന്നത്. ആ അജണ്ട വെച്ച് തന്നെയാണ് നിൽക്കുന്നതും. പക്ഷേ ഫസ്റ്റ് ടൈം മോഡിജി ലീഡർഷിപ്പിലിരിക്കുന്നു. അവർ ഫൈനൽ ചെയ്ത അജണ്ടയിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടി ഇലക്ഷനിൽ വഴക്കിടുന്നില്ല. അവർ ഡീറെയിലായിപ്പോയി. ഈ അജണ്ട മൂലമാണ് 2021-22 ആരംഭിച്ചത്. ഇപ്രാവശ്യം അമ്പലത്തിന്റെ പേരും വെച്ചാണ് അവർ ഇലക്ഷൻ നടത്താൻ പോകുന്നത്. അതുകൊണ്ട് ആ ശ്രീരാമന്റെ അമ്പലത്തിൽ 2023, അതായത് ഈ ഇലക്ഷൻ സ്റ്റാർട്ടായത് ജനുവരി സമയത്താണ്. ഇതൊക്കെ ഏർപ്പെടുത്തി വെച്ചിട്ട് പിന്നെ ഇലക്ഷനിലോട്ട് പോകാനാണ് അവർ കരുതിയത്. രാം മന്ദിറിന്റെ പ്രശ്നം തീർന്നതിന് ശേഷം ദാ ഇവിടെ സുരേനെയും കേജ്രിവാളിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. TVയിലൊക്കെ ഇപ്പം എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എല്ലാ ചാനലിലും രാമന്റെ അമ്പലത്തിനെ കുറിച്ചല്ലേ പറയുന്നത്. അവരുടെ അജണ്ട പോലും അവിടെ ഡീറെയിലായിപ്പോയില്ലേ. സോ ഇപ്പോഴാണ് ആർഗ്യുമെന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. മോഡിജി എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ കറപ്ഷൻ നടക്കാൻ സമ്മതിക്കില്ലെന്നാണ് പറയുന്നത്. അദ്ദേഹം കറപ്ഷൻ ചെയ്ത എല്ലാവരെയും അകത്തിടുമെന്നാണ് പറയുന്നത്. ആ പറഞ്ഞ കാര്യം സത്യമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇനി ഹേമന്ത് ശർമ്മയെ ഇതുവരെ അകത്താക്കാണ്ട് വെച്ചിരിക്കുന്നത്? ജ്യോതിരാദിത്യയുടെ മേത്തും കേസസ് ഉണ്ട്, എന്തുകൊണ്ട് അകത്തിടാത്ത ഇതുവരെ? നവീൻ ചിന്തല ഇതുവരെ തേർന്നെടുത്തിരുന്നു, അശോക് ചവാനെ തേർന്നെടുത്തിരുന്നു, അജിത് പവാറിനെ തേർന്നെടുത്തു. കോൺഗ്രസ് പാർട്ടിയിലുള്ള ആൾക്കാരുടെ പേര് പറയുന്നു. അതെ, ഇവരുടെ മേത്തൊക്കെ ED കേസസും പിന്നെ ഇൻകം ടാക്സ് കേസസും ഉണ്ടല്ലോ. അതിനുശേഷം എല്ലാരും ഇവിടുന്ന് അങ്ങോട്ട് പോയതിനു ശേഷം ഒറ്റയടിക്ക് മഹാത്മയായി എല്ലാരും കൂടെ. ഇവരെല്ലാരെയും ഇവിടെ പിടിച്ചിങ്ങനെ അടുത്തൊക്കെ ഇരുത്തി വെച്ചിട്ട് കറപ്ഷനെതിരെയാണ് ഇലക്ഷൻ നടത്താൻ പോകുന്നതെന്നാണ് മോഡിജി പറയുന്നത്. എന്ത് പറയാനാ ഞാൻ? രജത് സർ, നിങ്ങൾ ഡിബേറ്റ് ചെയ്യണം, അത് ചെയ്യിപ്പിക്കണം. കാരണം
മോഡിജി കറപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചാർജ് ചെയ്തിട്ടില്ല. മോഡിജിയുടെ അടുത്ത് വന്നിരിക്കുന്നില്ല ഈ കുറെ ആൾക്കാരൊക്കെ. ഇവരൊക്കെ ആരാ? ഇന്നലെ വരെ നിങ്ങളല്ലേ പറഞ്ഞത് ഇവരാണ് മോസ്റ്റ് കറപ്റ്റഡ് ഫെല്ലോസ് എന്ന്. ജയിലിലിടണമെന്നും പറഞ്ഞു. എന്നുവെച്ചാ BJP ജോയിൻ ചെയ്യിപ്പിക്കുന്നതാ. അത്രേ ഉള്ളൂ, വേറെന്താ ഉള്ളേ? പക്ഷേ കേജ്രിവാളിന്റെയും സോറന്റെയും അറസ്റ്റോടുകൂടി അവർക്കും പ്രയോജനമുണ്ട്, കേജ്രിവാളിനും സിമ്പതി ലഭിക്കും. അങ്ങനെ കവിതയെ അറസ്റ്റ് ചെയ്ത TRSനും BRSനും സിമ്പതി കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? തെലങ്കാനയുടെ കറപ്ഷൻ ചാർജസിലല്ല അറസ്റ്റ് ചെയ്തത്, ഡൽഹിയിലുള്ള കറപ്ഷൻ ചാർജസിലാണ് അറസ്റ്റ് ചെയ്ത് വെച്ചത്. ഇവിടത്തെ കറപ്ഷൻ ചാർജസ് എന്താ? സിമ്പതി കിട്ടുവോ ഇല്ലയോ? അദ്ദേഹത്തിന് ഒരു 17 വയസ്സുള്ള ഒരു മകനുണ്ട്. അവന്റെ പഠിത്തമൊക്കെ ഡിസ്റ്റർബ് ആവുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അവരൊക്കെ ബെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവല്ലേ. അവരും പറഞ്ഞില്ല, അതുകൊണ്ട് ഞാനും അതിനെക്കുറിച്ച് പറഞ്ഞില്ല. ഒരുപക്ഷെ സിറ്റുവേഷൻ അത്ര മോശമാണെങ്കിൽ KCR അറസ്റ്റ് ചെയ്താൽ ഇലക്ഷനിൽ ഒരു പുതിയ മാറ്റം വന്നേനല്ലോ. കവിതാജി ഇറലവന്റ് ഫോർ തെലങ്കാന ഇലക്ഷൻ. അപ്പോ ഒരു മാറ്റവും സംഭവിക്കില്ല. വലിയ ആർഗ്യുമെന്റ് ഒന്നുമില്ല. KCR അറസ്റ്റ് ചെയ്താൽ താങ്കൾ ആരെയും പ്രശ്നം ഉണ്ടാക്കാൻ അനുവദിക്കില്ലല്ലോ. സാർ, അങ്ങനെയൊന്നുമില്ല. KCR ഉണ്ടല്ലോ. രാവണൻ ഉണ്ടെങ്കിലല്ലേ രാമൻ ഉണ്ടാവുള്ളൂ. രാവണൻ ഇല്ലെങ്കിൽ ഇവിടെ രാമൻ ഒരു വാല്യൂ ഇല്ല. KCR ഉണ്ടെങ്കിലേ റേവന്തിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കുള്ളൂ. സൗത്ത് ഇന്ത്യയിൽ 2 സ്റ്റേറ്റ്സിൽ കോൺഗ്രസ് ആണിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരെങ്കിലും ഒരാളെ PM കാൻഡിഡേറ്റ് ആയിട്ട് നിങ്ങൾ നിർത്തുമോ? കോൺഗ്രസ് പാർട്ടിയുടെ Yes, sir. സൈഡിലാണ് അതെ, sir. ചോദിക്കുന്നത്. അത് തന്നെ, സൗത്തിൽ ഇപ്പോൾ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആയിട്ട് ഒരാളുണ്ട്. മല്ലികാർജുൻ ഖാർഗെയാണ് ഇപ്പോൾ കർണാടകത്തില് കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റ്. അല്ലാണ്ട് KC വേണുഗോപാൽജി ജനറൽ സെക്രട്ടറി ഓർഗനൈസേഷൻ. അതിനോടൊപ്പം രാഹുൽ ഗാന്ധിജി സൗത്തിൽ നിന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എല്ലാവരും സൗത്ത് തന്നെയാ. ഇനി വരുന്ന കാലത്തിലൊക്കെ സൗത്തിൽ നിന്നായിരിക്കും പ്രൈം മിനിസ്റ്റേഴ്സ് ഉണ്ടായി വരുന്നത്. ഹാപ്പി ടു ഹിയർ സർ. സോ അതുകൊണ്ട് കോൺഗ്രസ് വിട്ടു പോകുന്ന രാഷ്ട്രീയക്കാരൊക്കെ എന്താ പറയുന്നതെന്ന് വെച്ചാ സൗത്ത് കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായിട്ടും വിഴുങ്ങിയെന്നാണ്. അങ്ങനെയൊന്നുമില്ല. UPയിലുള്ളവര് പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ തെലുങ്കിൽ 42 MPs ഉണ്ട്. ഔട്ട് ഓഫ് 42 വി ഗോട്ട് ഓൺലി 1 ക്യാബിനറ്റ് മിനിസ്റ്റർ. ഓൺലി 1. ഒറ്റ ക്യാബിനറ്റ് മിനിസ്റ്ററേ ഉള്ളൂ, കിഷൻ റെഡ്ഡി സർ. രജത് സാർ, ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കാൻ ആലോചിക്കുമായിരുന്നു. നരേന്ദ്രമോദിയെക്കുറിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കുക. ഗുജറാത്തിൽ 28 MPs ഉണ്ട്. അത് മാത്രമല്ലാണ്ട് 7 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ UPയിലാണെങ്കിൽ 62 ഉണ്ട്. ഇവിടെ 12 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. പ്രൈം മിനിസ്റ്റർ ഇന്ന് ഡിഫൻസ് മിനിസ്റ്റർ വരെ, ഹോം മിനിസ്റ്ററിൽ നിന്ന് എല്ലാ മിനിസ്റ്ററും നിങ്ങൾ തന്നെ അബ്സർവ് ചെയ്തെടുത്തു. പ്രൈം മിനിസ്റ്റർ നിങ്ങൾ തന്നെ എടുത്തു, വൈസ് മിനിസ്റ്ററെ നിങ്ങൾ തന്നെ എടുത്തു, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ നിങ്ങൾ തന്നെ എടുത്തിരുന്നു. എല്ലാം കൂടെ നിങ്ങൾ തന്നെ എടുത്തിട്ട് ഇത് അവസാനം സ്പീക്കറും കൂടെ എടുത്തു. അടുത്തതായിട്ട് മറ്റേ രാജ്യസഭയുടെ വൈസ് ചെയർമാനെ നിങ്ങൾ തന്നെ എടുത്തില്ലേ? എല്ലാം നിങ്ങൾ കൊണ്ടുപോയില്ലേ? അവസാനം ഞങ്ങൾക്ക് എന്താ ഉള്ളത്? ഞങ്ങൾ ഈ നാടിന്റെ ആൾക്കാരൊന്നും അല്ലേ? സൗത്ത് ഇന്ത്യയിലുള്ളതല്ലേ? സൗത്തിൽ നിന്ന് ഒരു പ്രൈം മിനിസ്റ്റർ പോലും വന്നില്ലല്ലേ? എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ്? ഇന്ത്യയില് ഹിന്ദിക്ക് ശേഷം സെക്കൻഡ് ലാർജസ്റ്റ് സ്പീക്കിംഗ് ലാംഗ്വേജ് ഇസ് തെലുഗു. വെങ്കയ്യ നായിഡുവിനെ ഇവിടുന്ന് നിങ്ങൾ പറഞ്ഞു വിട്ടു. പക്ഷേ ഇപ്പോഴൊക്കെ മോദിജി പോവുകയാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും തെലങ്കാനയിലാണെങ്കിലും ജനക്കൂട്ടം ശരിക്കും വരുന്നുണ്ട്. മോദി മോദി എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ചില സമയം ഈ സിനിമയിലുള്ള കോമഡിയൊക്കെ നമ്മളൊന്ന് പോയി തിരിഞ്ഞു നോക്കിപ്പോവില്ലേ? അതും സക്സസ് തന്നെ ആവുള്ളൂ. ഇപ്പൊ എല്ലാവരും സൗത്തിൽ നിന്ന് ഇലക്ഷനിൽ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ നോക്കിയാ പ്രിയങ്ക ഗാന്ധി തെലങ്കാനയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് കേട്ടു. ഞാൻ തന്നെ വിളിച്ചേ. സോണിയാഗാന്ധി മാഡത്തിനെ തെലങ്കാന ഇലക്ഷനിൽ നിൽപ്പിക്കാനായിട്ട് ഞാൻ തന്നെയാണ് ശ്രമിച്ചത്. സോണിയാജി രാജസ്ഥാനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനോടൊപ്പം പ്രിയങ്കാജി രാഹുൽജീനെ ഞങ്ങൾ വിളിച്ചതാ. അവര് വന്നില്ല. പ്രിയങ്കാജീനെയും തെലങ്കാനയ്ക്ക് വേണ്ടി ഞങ്ങൾ വെൽക്കം ചെയ്തതാ. കാരണം തെലങ്കാന സ്റ്റേറ്റ് ഉണ്ടായതിന് കാരണം ശ്രീമതി സോണിയാഗാന്ധി ജി ആയതുകൊണ്ടാണ്. ഒരുപക്ഷേ അവരില്ലെങ്കിൽ 100 വർഷമായാലും തെലങ്കാന ഉണ്ടായിരിക്കില്ല ഇന്ന്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ജനങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാളെ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞ്. കാരണം തെലങ്കാന സ്റ്റേറ്റ് ഉണ്ടായത് തന്നെ നിങ്ങളുടെ കുടുംബം കാരണമാണ്. സോ ആ കുടുംബത്തിൽ ആരെങ്കിലും തെലങ്കാനയെ റെപ്രസെന്റ് ചെയ്താൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. ഞാൻ കുറേ ശ്രമിച്ചു നോക്കിയതാ, പക്ഷേ അത് സെറ്റായില്ല. ഓഡിയൻസിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. ഇലക്ഷൻ ബോൾസ് നടന്നിട്ടുണ്ട്. അതുപ്രകാരം 3ാമത് പ്രാവശ്യവും നരേന്ദ്രമോദിയാണ് വിജയിക്കാൻ പോകുന്നതെന്ന് പറയുന്നു. അദ്ദേഹവും അതാണ് പറയുന്നത്. ഇത്തവണ 400 എന്ന് പറയുന്നു. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? ഈ സ്ലോഗൻ കേൾക്കാനൊക്കെ നന്നായിട്ടാ ഉള്ളത്. ഇതുവരെ 302, 303 ഒക്കെ കിട്ടിയതൊക്കെ ഗുജറാത്തിൽ 28, എല്ലാരും ഒരുമിച്ച് ചേർന്നു. രാജസ്ഥാനിൽ 25, അതും എല്ലാം തന്നെ കിട്ടി. ഹരിയാനയിൽ 10, അതും എല്ലാം കിട്ടി. ഡൽഹിയിൽ 7, അതും കൂടെ കിട്ടി. UPയിൽ BJPക്ക് 62 എണ്ണം കിട്ടിയിരുന്നു. പിന്നെ അലയൻസ് ഒക്കെ ചേർത്ത് 65 to 70 കിട്ടിയിരുന്നു. അതിനോടൊപ്പം ബീഹാറിൽ 1-2 എണ്ണം ഒഴിച്ച് എല്ലാം കൂടെ കിട്ടിയിരുന്നു. എല്ലാ സ്ഥലത്തുനിന്നും 100% ആണ് കിട്ടിയത്. അതർവൈസ് 95% ആണ്. ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷവും
300 നമ്പർ വരെ വന്നു ചേർന്നു ഈ ഭാരതീയ ജനതാ പാർട്ടി. ഇനി 400 കിട്ടണമെങ്കിൽ അവർ പാകിസ്ഥാനിലും കൂടെ പോയാൽ ജയിക്കേണ്ടത്. കാരണം ഇന്ത്യയിൽ സീറ്റില്ല ഇനി. കാരണം ഇപ്രാവശ്യം ഡൽഹിയിലൊന്നും കിട്ടില്ല, രാജസ്ഥാനിലും ഒന്നും കിട്ടില്ല, ഹരിയാനയിൽ കിട്ടില്ല, ഗുജറാത്തിലും കിട്ടില്ല. യു പിയിൽ എത്ര സീറ്റ്സ് ഉണ്ടോ അത്രയും കിട്ടാണ്ട് തന്നെ പോവും. ബീഹാറിലും കിട്ടാൻ പോകുന്നില്ല. സൗത്തിൽ 129 ഉണ്ട്. 129. കർണാടകയിൽ ഔട്ട് ഓഫ് 28, 27 ദേ ഗോട്ട്. ഇപ്രാവശ്യം 10 പോലും അവർക്ക് കിട്ടില്ല. പോയ പ്രാവശ്യം തെലങ്കാനയിൽ നിന്ന് 4 കിട്ടി. ഇപ്രാവശ്യം 2 പോലും കിട്ടില്ല. പിന്നെ എവിടുന്നാ ഈ 400 കിട്ടാൻ പോകുന്നത്? എവിടുന്ന്? എനിക്കൊന്നും മനസ്സിലായില്ല. ഇന്ന് ഞാൻ ഈ രജത് ശർമ്മ സാറിന്റെ ഷോയിൽ ഞാൻ ഈ പ്രോഗ്രാമിൽ പറഞ്ഞിട്ട് പോവാണ്. റിസൾട്ടിന് ശേഷം ഞാൻ രജത് സാറിന്റെ അടുത്ത് ഫോണിൽ തന്നെ സംസാരിക്കാം. 240 240 ഇതാണ് മാക്സിമം ഭാരതീയ ജനതാ പാർട്ടിയുടെ നമ്പർ. ഇതിനേക്കാൾ കൂടുതലായിട്ട് ഒരിക്കലും കിട്ടില്ല. അതായത് ഇലക്ഷന് വേണ്ടി നമ്മളൊരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുമല്ലോ. KCR ഇത് തന്നെയാ പറഞ്ഞത്. 119 100 സീറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ കിട്ടിയത് ഒരു 39. സോ മോഡിജിയും ഇപ്പൊ 400 എന്നാണ് പറയുന്നത്. 200 സീറ്റ് പോലും കിട്ടില്ല. സോ ഇതുപോലെ ജനറൽ പെർസെപ്ഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പൊളിറ്റീഷ്യൻസ് വളരെ കഷ്ടപ്പെടുന്നുണ്ട്. അതിനോടൊപ്പം വാട്സപ്പ് യൂണിവേഴ്സിറ്റി. അതുകൊണ്ടല്ലേ മോഡിജി ഇവിടെ സക്സസ് ആകുന്നത്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ 400 എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം അങ്ങനെയൊന്നും സംഭവിക്കില്ല. ജനങ്ങൾ നല്ല രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇപ്പോഴല്ലേ എന്തോ ഒരു സർവേ വന്നല്ലോ, അതെല്ലാവർക്കും കാണിച്ചു കൊടുത്തില്ലേ? അതിൽ 62% ഓഫ് പോപ്പുലേഷൻ യങ്സ്റ്റേഴ്സാണ്. മോഡിക്കെതിരെയാണ് അവർ. ഇപ്പോ എസൻഷ്യൽ കമ്മോഡിറ്റീസിന്റെ പ്രൈസ് 72% അധികമായിരിക്കുന്നത്. 400 സിലിണ്ടർ 1200 രൂപയ്ക്ക്, 50 രൂപയുടെ പെട്രോളാണ് ഇന്ന് 100 രൂപയും 110 രൂപ ആയത്. എല്ലാത്തിനും വില കൂടിപ്പോയി. ഹി ഹാസ് പ്രോമിസ്ഡ് എവ്രി ഇയർ 2 crore job opportunities. But I have asked one question in Parliament in 2022. He has replied, അത് വെച്ച് നോക്കുമ്പോൾ 20 crores ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണം. പക്ഷേ ഉത്തരം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ 7,21,680 ജോബ്സ്. 20 കോടി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുമെന്ന് പറഞ്ഞ മോഡിജി പക്ഷെ തന്നത് വെറും 7 ലക്ഷമാണ്. അതിനോടൊപ്പം ജൻധൻ പദ്ധതി മൂലം എല്ലാ പാവപ്പെട്ടവർക്കും 15 ലക്ഷം വെച്ച് സ്വിസിന്റെ ബ്ലാക്ക് മണി എടുത്തുകൊണ്ടെന്ന് ഇവരുടെ അക്കൗണ്ടിലോട്ട് ഇടുവാന്ന് പറഞ്ഞേ. നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വല്ലതും വന്ന് പറഞ്ഞേ. ഇവിടെ ആർക്കെങ്കിലും ആ 15 ലക്ഷം രൂപ കിട്ടിയെന്ന് പറഞ്ഞേ. ഇവിടെ ഉള്ള ഇത്രയും പേരിൽ ആർക്കും 1 രൂപ കിട്ടിയിട്ടില്ല. കർഷകരുടെ മക്കൾ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ ഇതില്? കർഷകരുടെ ഇൻകമൊക്കെ ഡബിൾ ചെയ്യാന്നല്ലേ പറഞ്ഞത്. ഇന്ന് കർഷകരൊക്കെ ഡൽഹിയിൽ സൂസൈഡ് ചെയ്യുവാണ്. ഇത്രയും വർഷം ഭരണത്തിലിരുന്നിട്ട് കർഷകർക്ക് വേണ്ടി എന്ത് പദ്ധതിയാണ് നിങ്ങൾ കൊണ്ടുവന്നത്? 700 പേരാ മരിച്ചു പോയിരിക്കുന്നത്. ഹരിയാന, പഞ്ചാബിലെ കർഷകരൊക്കെ ഡൽഹിക്ക് ചുറ്റുമാണ് ഇരിക്കുന്നത്. പോലീസിന്റെ ഫയറിംഗിൽ കർഷകരാണ് മരിക്കുന്നത്. ഡബിൾ ഇൻകം എവിടെയാണ് സംഭവിച്ചതിപ്പോ? മോഡിജി എന്താണ് കൊടുത്തത്? എല്ലാ പാവപ്പെട്ടവർക്കും വീട് തരാന്നല്ലേ പറഞ്ഞത് മോഡിജി. 2022 75th ഇയർ ഓഫ് ഡെമോക്രസി. എല്ലാ പാവപ്പെട്ടവർക്കും വീട് കൊടുക്കുമായിട്ടാണ് മോഡിജി പറഞ്ഞത്. എത്ര പേർക്ക് ഇവിടെ വീട് കിട്ടിയെന്നുള്ള കാര്യം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കട്ടെ. അതിനുശേഷവും മോഡിജിയാണ് പ്രൈം മിനിസ്റ്ററായിട്ട് വരണമെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നാടിനെ, കർഷകരെ, യങ്സ്റ്റേഴ്സ്, പിന്നെ പെണ്ണുങ്ങളെ ഞാൻ റിക്വസ്റ്റ് ചെയ്താണ് ചോദിക്കുന്നത്. ഈ നാട് എങ്ങോട്ടാണ് ഈ പോകുന്നത്? നിങ്ങൾ ആർക്കാണ് ഈ വോട്ടിടുന്നത്? നിങ്ങൾ എന്ത് രാഷ്ട്രീയ പാർട്ടിയാണ് ചൂസ് ചെയ്യുന്നത്? നാടിനെ വളർത്തിയെടുക്കാനായിട്ട് എന്തുകൊണ്ട് ശ്രമിക്കാതിരിക്കുന്നു? അതിൻ്റെ ഒപ്പം ഫൈനലി രജത് ശർമ്മ സർ 1951 ഇലക്ഷൻ നടന്ന സമയം തൊട്ട് 64 ഇയേഴ്സ് ആയി. ഇപ്പോൾ ഇത് 1947 തൊട്ട് 2014 വരെ 67 ഇയേഴ്സിൽ 14 പ്രൈം മിനിസ്റ്റേഴ്സ്. അതിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം പോലും പ്രൈം മിനിസ്റ്റർ ആയി കാണും. ദേ ഹാവ് ബോറോഡ് 55 lakhs crores. 2014 നിന്ന് 2024 വരെ നരേന്ദ്രമോദിജി എത്ര ലോൺ മേടിച്ചിട്ടുണ്ടെന്നറിയാവോ രജത് ശർമ്മ സർ? 113 lakh crores. ഈ 67 വർഷത്തെ മേടിച്ചതിനേക്കാളായിട്ടുള്ള ഡബിൾ എമൗണ്ടാണ് മേടിച്ചത്. ഡബിളായിട്ടാണ് ഇന്ത്യ ലോൺ മേടിച്ചിരിക്കുന്നത്. ആ പൈസയൊക്കെ എവിടെ പോയി? അന്ന് എന്തൊരു പ്രൈം മിനിസ്റ്റേഴ്സാണ്. ബാക്രാണങ്ങൾ തൊട്ട് നാഗാർജുന സാർ വരെ എല്ലാരും എയർപോർട്ട് തൊട്ട് എല്ലാ വളർച്ചയും കൊണ്ടുവന്നിട്ടുള്ളതല്ലേ. പോർട്സ്, എയർപോർട്ട്സ്, നാഷണൽ ഹൈവേസ്. ഈ നാടിന് എന്തൊക്കെ വളർച്ച കൊണ്ടുവരാൻ പറ്റുമോ? 67 ഇയേഴ്സിൽ 14 പ്രൈം മിനിസ്റ്റേഴ്സാണ് നടത്തിയിരിക്കുന്നത്. അവരെന്താ ഇതിനുവേണ്ടി ലോണാണോ എടുത്തിരുന്നത്? 55 lakh crores ഒക്കെ. പക്ഷേ നരേന്ദ്രമോദിജി തനിച്ച് 113 lakh crores ആണ് ലോൺ എടുത്തിരിക്കുന്നത്. ഈ പൈസയൊക്കെ എവിടെ പോയി? ആരുടെ പോക്കറ്റിലോട്ടാ പോയേ?
ഈ നാടിന് വേണ്ടി നരേന്ദ്രമോദി എന്താണ് പക്ഷേ ചെയ്തിരിക്കുന്നത്? BJP-യുടെ നേതാക്കന്മാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ചോദ്യം ചോദിക്കും. ഞാൻ നിങ്ങൾക്ക് ഡേറ്റ തരാം. ആക്ച്വൽ ഡേറ്റ ഞാൻ എടുത്തു തന്നേക്കാം. യു ടേക്ക് ദ ഡേറ്റ. ഞാൻ പാർലമെന്റിൽ ക്വസ്റ്റ്യൻ ചെയ്തതാ നിർമ്മല സീതാരാമൻ മാമിന്റെ അടുത്ത്. ഞാനും സംസാരിച്ചതാ. ഇവിടെ ഇത്രയും പേരുള്ളപ്പോ, ഇത്രയും പഠിച്ച ആൾക്കാർ, ഇത്രയും യങ്സ്റ്റേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. യങ്സ്റ്റേഴ്സിന്റെ കയ്യിലാണ് ഫ്യൂച്ചർ ഇന്ത്യ ഉള്ളത്. ഇവരെയൊക്കെ കുറിച്ചാണ് ഞാനൊന്ന് ചിന്തിച്ചു നോക്കാൻ പറയുന്നത്. ഇത് ഞാൻ എന്റെ ഒരാളുടെ കടമ മാത്രമല്ല. ആ പൈസ ഒക്കെ എവിടെ പോയി? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊന്നും ചോദിക്കാത്തത്? ഇതൊക്കെ ചോദിക്കേണ്ടത് നിങ്ങളുടെയും കൂടെ കടമയല്ലേ ഇന്ന്? ആദ്യമായിട്ട് നിങ്ങൾ വോട്ടിടുന്ന സമയത്ത് ആർക്കാ ഇടണം ചിന്തിച്ചിടണം കേട്ടോ. മോദിജിക്ക് കൊടുത്തോ, കുഴപ്പമില്ല. മറ്റൊരു 100 crores നിങ്ങൾക്ക്, മറ്റൊരു 100 crores കൂടി കടം മേടിച്ച് നിങ്ങളുടെ കുടുംബത്തിന്റെ മേത്തോട് ഇടുക അവര്. അപ്പൊ അറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടീസ് ഒക്കെ. ഇല്ല, ഈ ചോദ്യം ചോദിക്കേണ്ടത് താങ്കളുടെ അവകാശമാണ്. അത് ചോദിക്കേണ്ടത് ഞങ്ങളുടെ കടമയുമാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ജനങ്ങൾക്ക് ലഭിക്കണം. പക്ഷേ ഈ സന്ദർഭത്തിൽ ഒരാളുടെ ഒരു സ്വപ്നമുണ്ട്. റോബർട്ട് വാഡ്ര ഈ പ്രാവശ്യം ഇലക്ഷനിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഇതിൽ കോൺടെസ്റ്റ് ചെയ്യാം. അദ്ദേഹം അമേഠിയിൽ മത്സരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. തെലങ്കാനയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, കാരണം മറ്റുള്ളവരാരും സ്വീകരിക്കുന്നില്ല. സർ, ടിക്കറ്റ്സ് CEC ആണ് ഫൈനലൈസ് ചെയ്യുന്നത്. ഒരുപക്ഷെ CECയിൽ ഫൈനലൈസ് ആയെങ്കിൽ അതിനുശേഷം ആരയച്ചാലും, രജിത് ശർമ്മ സാറിന് അയച്ചാലും ഞങ്ങൾ തെലങ്കാനയിൽ അവരെ വെച്ച് ഇലക്ഷനിൽ നിൽപ്പിക്കും. ഇപ്പൊ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ രേവന്ത് റെഡ്ഡിയോടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും തുടരുന്നതായിരിക്കും. ആ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് രാഹുൽജി ഇവിടെ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽജി, രാമന്റെ അമ്പലം, അദ്ദേഹം ഒരു ശിവഭക്തനാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അറിയാവോ നിങ്ങൾക്ക്? ഞാൻ അദ്ദേഹത്തിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ എന്താ, അത്രേ ഉള്ളൂ. ഡിബേറ്റ് കഴിഞ്ഞു. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ വിശിഷ്ട അതിഥി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ രേവന്ത് റെഡ്ഡി മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം സമാധാനം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയമാണ് നടത്തുന്നത് എന്നതാണ്. രേവന്ത് റെഡ്ഡി സാർ, ഈ കുറ്റാരോപണം താങ്കളുടെ വലിയേട്ടൻ നരേന്ദ്രമോദിയുടേതാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ് റിലീസ് ചെയ്ത മാനിഫെസ്റ്റോയിൽ, ആ മാനിഫെസ്റ്റോയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള മുസ്ലിം ലീഗിന്റെ മാനിഫെസ്റ്റോ പോലെ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. മോഡിജിയുടെ അടുത്ത് ഞാൻ എപ്പോഴും ഒറ്റ കാര്യമേ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. ഈ നാട്ടിലെന്താ മുസ്ലിങ്ങൾക്ക് സ്ഥലമില്ലേ? ഈ നാട്ടിൽ മുസ്ലിംസ് ഇരിപ്പുണ്ട്, ക്രിസ്ത്യൻസ് ഇരിപ്പുണ്ട്, സിഖ് ഇരിപ്പുണ്ട്, ഹിന്ദുസ് ഇരിപ്പുണ്ട്. എല്ലാവർക്കും ഇവിടെ സ്ഥാനമുണ്ട്. മാനിഫെസ്റ്റോയിൽ എല്ലാവർക്കും ഇവിടെ റിഫ്ലക്ഷൻ ഇരിപ്പുണ്ട്. അതിൽ ക്രിസ്ത്യൻസ് ഇരിക്കും, മുസ്ലിംസും ഇരിക്കും, സിഖും ഉണ്ടാവും, ഹിന്ദുസും ഉണ്ടാവും. നിങ്ങൾ ഒരു പക്ഷേ മുസ്ലിംസിന് സീറ്റ് കൊടുക്കാത്തത് കൊണ്ട് ഈ രാജ്യത്തിലുള്ള മറ്റുള്ളവர்களுം അതുപോലെ തന്നെ ഇരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്. സോ ഇതിൽ പൊളിറ്റിക്കൽ എക്സ്പ്ലോയിറ്റേഷന് വേണ്ടി മോഡിജി ചില കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. സോ ഇതുകൊണ്ട് അദ്ദേഹം പൂർണ്ണമായിട്ടും ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഇത് മുസ്ലിം പേഴ്സണൽ ലോ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് മുസ്ലിം ലീഗിന്റെ പേഴ്സണൽ ലോ ആയിരുന്നു. 1906 ഇത് തന്നെയായിരുന്നു. അതോടൊപ്പം 2014 കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയുണ്ട്. മുസ്ലിം ലീഗ് 36 എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ, ഫൈറ്റ് അഗെയിൻസ്റ്റ് മെജോറിറ്റി. ഇത് ഈ പ്രാവശ്യത്തെ മാനിഫെസ്റ്റോയിലും ഉണ്ട്. 36 മുസ്ലിം ലീഗ് എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ, സ്പെഷ്യൽ സ്കോളർഷിപ്പ് ആൻഡ് ജോബ് ഫോർ മുസ്ലിംസ്. അതും കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിലുണ്ട്. രജത് ശർമ്മ സർ, അദ്ദേഹം എന്തു പറഞ്ഞാലും അത് വിട്ടേക്കൂ. ഇന്ത്യൻ പീനൽ കോർട്ട് വേറെയാ, സിവിൽ കോർട്ട് വേറെയാ. പീനൽ കോർട്ട് പ്രകാരം ഇന്ത്യയിൽ ആരായിരുന്നാലും ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാനായിട്ടാ പീനൽ കോർട്ട് ഉള്ളത്. സിവിൽ കോർട്ട് ഇസ് അവർ പ്രാക്ടീസ്. പീനൽ കോർട്ടിലും സിവിൽ കോർട്ടിലും ഏതൊരു വ്യത്യസ്തതയും ഉണ്ടാവാൻ പാടില്ലെന്ന് BJP ട്രൈ ചെയ്തോണ്ടിരിക്കുക. സിവിൽ കോഡ് മാറ്റാനായിട്ട് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നില്ല അദ്ദേഹം. ഇന്ന് യൂണിഫോം സിവിൽ കോഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ULC കൊണ്ടുവരും, യൂണിഫോം ലാംഗ്വേജ് കോഡ്. അതിനുശേഷം UDC കൊണ്ടുവരും, യൂണിഫോം ഡ്രസ് കോഡ്. മോഡിജി ഇട്ടിട്ടില്ലേ ഒരു ഷെർവാണി, അതുപോലെ തന്നെ പിന്നെ എല്ലാവരും ഇടണം. അതൊക്കെ നമ്മളെ കൊണ്ട് എങ്ങനെ ഇടാൻ കഴിയും? അതുപോലത്തെ ഡ്രസ് കോഡൊക്കെ എങ്ങനെ ഇടാൻ പറ്റും നമ്മളെ കൊണ്ട്? സിവിൽ കോഡ് വേറെയാ. നമ്മുടെ നാട്ടിൽ 4 മതമാണുള്ളത്. അതിൻ്റെ ഒപ്പം പല ജാതികളും ഉണ്ട്. ഓരോ ജാതിയിലും ജാതിയുടെ ഒപ്പം അവരുടെ നോർത്ത് ഇന്ത്യയിൽ കല്യാണം കഴിഞ്ഞാൽ വാട്ട് യു കോൾ ദാറ്റ്, ഈ തീ ഇട്ടിട്ട് ചുറ്റി വരില്ലേ, ഈ തീ ഇട്ടിട്ട് ഇങ്ങനെ നിങ്ങൾ സൗത്തിലും ഞങ്ങൾ അതുപോലെ താലി തന്നെയാണ് കെട്ടുന്നത്. ഇങ്ങനെ 3 നോട്ടാണ് ഇടുന്നത്. ഇത് വ്യത്യാസമായിട്ടുണ്ടാവും. മുസ്ലിമിൽ കബൂൾ കബൂൾ എന്ന് പറയും. കല്യാണം നടക്കുന്ന സമയത്ത് ക്രിസ്ത്യൻസ് ഒക്കെ വേറെ രീതി ചർച്ചിൽ നടക്കും. ഇവിടെ യൂണിഫോം സിവിൽ കോഡ് എങ്ങനെ നടക്കും? ആർക്ക് എന്താന്ന് പറഞ്ഞാണ് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത്? ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ആരായിരുന്നാലും, ഹിന്ദു, മുസ്ലിം, സിഖ്, ക്രിസ്ത്യൻ ആരായിരുന്നാലും ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ പനിഷ്മെന്റ് കോമൺ ആണ്.
പക്ഷേ സിവിൽ കോഡ് ഒരിക്കലും അങ്ങനെയല്ല. യൂണിറ്റി ഓഫ് ഡൈവേഴ്സിറ്റി, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. കുറേ മതങ്ങളുണ്ട്, കുറേ ജാതികളുണ്ട്, ഓരോ ഇതിലും ഓരോ രീതിയിലുള്ള കൾച്ചറാണ്. ആദിവാസി ആൾക്കാരുടെ ചടങ്ങൊക്കെ വ്യത്യസ്തമായിരിക്കും, മുസ്ലിം ആൾക്കാരുടെ ചടങ്ങൊക്കെ ഭയങ്കര വ്യത്യാസമായിരിക്കും. ഹിന്ദുസിലും പല ജാതികളുണ്ട്, പല ചടങ്ങുകളുണ്ട്. ഇന്ന് 100+ സബ് കാസ്റ്റ് ഉണ്ട്, ഈ സബ് കാസ്റ്റ് ഉണ്ട് OBCയിൽ. സോ ഓരോ കാസ്റ്റിനും ഓരോ പ്രാക്ടീസ് ഉണ്ട് ഇവിടെ. സോ ഇതൊക്കെ ഒരുമിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ടാക്കിയതിനു ശേഷം അതിൽ നിന്നും നിങ്ങൾ അഡ്വാൻറ്റേജ് എടുത്തു താങ്കളുടെ കഴിഞ്ഞാൽ കുറ്റാരോപണം മുസ്ലിംസ് അപ്പീസ്മെന്റ് എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ മുസ്ലിം ലീഗിന്റെ അപ്പീസ്മെന്റിനെ പറ്റിയാണ് പറയുന്നതെന്നാണ്. അതൊക്കെ വിടൂ. 10 വർഷം ഭരണത്തിൽ നിന്ന് അദ്ദേഹം എന്താണ് കാണിച്ചത് ഇവിടെ? ഞങ്ങൾ ഇതിൽ നിന്നൊക്കെ മാറിപ്പോയി ഇവിടെ പല വർഷമായി കഴിഞ്ഞു. ഞങ്ങൾ മുസ്ലിംസിനൊന്നും ഒരിക്കലും ഇതുപോലെ ചെയ്തില്ല. നിങ്ങൾ അവർക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന് പറയൂ. നിങ്ങൾ എന്തെങ്കിലും പറയൂ അവരെക്കുറിച്ച്. എന്നല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ ഞങ്ങൾ ചെയ്തത്. അറ്റ്ലീസ്റ്റ് ഞങ്ങൾ അപ്പീസ്മെന്റ് എങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ. എൻഡ് ഓഫ് ദി ഡേ കോൺഗ്രസ് മൂലം മുസ്ലിംസിന് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. 10 വർഷം നിങ്ങൾ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നു. എന്തൊക്കെയാ ചെയ്തതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു എല്ലാവരുടെ തരൂ. സഹായവും എല്ലാവരുടെ വിശ്വാസവും അവരുടെ കഷ്ടപ്പാടും. അതാണ് സ്ലോഗൻ. അത് തന്നെ ഞാനും പറയുന്നത്. എല്ലാവർക്കും ഉള്ള കാര്യം എല്ലാവരുടെയും വളർച്ചയല്ല ഇത്. ഗുജറാത്തിലും UPയിലും മാത്രമാണ് വളർച്ച ഉള്ളത്. കർണാടകയിലും തെലങ്കാനയിലും എന്തുകൊണ്ടാണ് ഈ വളർച്ച ഇല്ലാത്ത? അവിടെ 42 MPs ഉണ്ട്, ഒരു മിനിസ്റ്റർ മാത്രമേ ഉള്ളൂ. എങ്ങനെ ഉണ്ടാവും വളർച്ച പിന്നെ? താങ്കൾ ഇങ്ങനെ പറയുന്നു, പക്ഷേ കോൺഗ്രസിലുള്ള മറ്റു നേതാക്കന്മാർ ഇവിടെ നേരത്തെ സംസാരിച്ചിരുന്നത് കോൺഗ്രസിൽ നിന്ന് പോകുന്ന സമയത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ കോൺഗ്രസിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. അയോധ്യയിൽ കെട്ടിയ രാമക്ഷേത്രത്തിനെ പറ്റി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊന്നും സംസാരിക്കാൻ പാടില്ല, പ്രാൺ പ്രതിഷ്ഠയ്ക്ക് പോകാൻ പാടില്ലെന്നും പറയുന്നു. അതിന്റെയൊക്കെ കാരണം എന്താണ്? ഇല്ല, അതൊക്കെ തെറ്റാണ്. ആദ്യത്തെ പ്രാവശ്യം രാമന്റെ അമ്പലത്തിൽ സിലോണോസോടൊപ്പം ആരാണ് അവിടെ ചാൻസ് കൊടുത്തത്? രാജീവ് ഗാന്ധിയല്ലേ ചാൻസ് കൊടുത്തത്. രാജീവ് ഗാന്ധി ഇരുന്ന സമയത്ത് രാമന്റെ അമ്പലത്തിൽ ആദ്യമായിട്ട് പൂജ ചെയ്യണമെന്നും പറഞ്ഞ് അത് അദ്ദേഹമാണ് ഓപ്പൺ അത് ചെയ്തത് കോൺഗ്രസ് അല്ലേ? അതിനും മോഡിജിക്കും പിന്നെ എന്ത് സംബന്ധമുള്ളത് ഈ കാര്യത്തിൽ? ഇതിലും മോഡിജിക്ക് എന്താണ് സംബന്ധമുള്ളത്? ഇതൊക്കെ എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഡിസ്ട്രാക്ഷൻ ഫാക്ട്സ്. പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജസ് എടുക്കാനായിട്ട് ചില ആൾക്കാർ ട്രൈ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. പാർട്ടി ഇട്ടിട്ട് പോകണമെന്ന് കരുതി ആർക്ക് വേണമെങ്കിലും പോവാം. ഞങ്ങൾ ആരും ഇങ്ങനെ തടുത്ത് നിർത്തിയിട്ടില്ല. തെലങ്കാനയിൽ 174 ഇലക്ടോറൽ റെപ്രസെന്റേറ്റീവ്സ് ആണ് ഇരിക്കുന്നത്. MLA, MLC, MP പൊസിഷനിലുള്ളവർ പോലും പാർട്ടി ഇട്ടിട്ട് പോയിട്ടുണ്ട്. എന്നിട്ടും ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ഈ രാഷ്ട്രീയം എന്നിങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇലക്ഷന് മുമ്പ് 5 MLAs ഉണ്ടായിരുന്നു, ഇന്ന് 65 MLA ആണുള്ളത്. ഞങ്ങൾ ജയിച്ചു. സോ ഇവരൊക്കെ പുറത്തു പോകുന്നതുകൊണ്ട് പാർട്ടിക്ക് ഒരു നഷ്ടവും തന്നെ ഇല്ല. കുറച്ച് കഷ്ടപ്പെടേണ്ടതുണ്ട്, പക്ഷേ പുതിയ പുതിയ പ്രശ്നങ്ങളിലാണ് നല്ല ലീഡർഷിപ്പ് എമർജ് ആവുള്ളൂ. അതായത് ഈ പുതിയ രീതിയിലുള്ള ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് കോൺഗ്രസുകാരും പോയില്ലല്ലോ. അതിന്റെ കാരണം എന്താണെന്ന് പറയാൻ സാധിക്കൂ? എന്തുകൊണ്ട് പോയില്ല? കുറെ ആൾക്കാർ പോയിരുന്നല്ലോ. കാരണം ഞാൻ ഭദ്രാചലിൽ രാമന്റെ അമ്പലം ഉള്ളത് അവിടെയായിരുന്നു ഞാൻ എന്ന് പോയിരുന്നേ. മോഡിജി അന്ന് അങ്ങോട്ട് വന്നില്ല. അദ്ദേഹം എന്തുകൊണ്ട് വന്നില്ല? ഞാൻ ചീഫ് മിനിസ്റ്ററായ അന്ന് തന്നെ ഞാൻ അമ്പലത്തിലോട്ട് പോയതാണ്. ഭദ്രാചലം ഈസ് വൺ ഓഫ് ദ ഫേമസ് ശ്രീരാമന്റെ അമ്പലമുണ്ട്. ഞാൻ പോയി, പക്ഷെ മോഡിജി അന്ന് വന്നില്ല. മോഡിജി രാമന്റെ ഭക്തനാന്നാ പറയുന്നത്. സഞ്ജയ് നിരുപമിന്റെ സ്പീച്ച് ഞാൻ കേട്ടിരുന്നു. അദ്ദേഹം റീസെന്റ് ആയിട്ടാണ് കോൺഗ്രസിൽ നിന്ന് പുറത്തോട്ട് വന്നത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പോകാൻ അനുവദിച്ചതോ അനുവദിക്കാതെ ഇരിക്കുന്നതോ അതൊന്നും ഒരു പ്രശ്നമേ അല്ലെന്ന്. പക്ഷേ രാഹുൽ ഗാന്ധി എല്ലായിടത്തും ഭഗവാൻ ശ്രീരാമനെ കളിയാക്കുകയാണെന്ന്. അദ്ദേഹം എല്ലാവരോടും പറയുകയാണ് ജയ് ശ്രീരാം ജയ് ശ്രീരാം എന്ന് പറയുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന്, മണിയടിക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന്, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താൽ പട്ടിണി കിടന്ന് ചാകേണ്ടി വരുമെന്നും പറയുന്നു. അദ്ദേഹം വിശപ്പിനെ കുറിച്ച് സംസാരിക്കാനാണ് ട്രൈ ചെയ്യുന്നത്. മോഡിജിയുടെ അടുത്ത് പണിയെന്ന് ചോദിച്ചാൽ തന്നെ ജയ് ശ്രീരാം എന്നാണ് പറയുന്നത്. സർ, നിങ്ങൾ കർഷകർക്ക് വേണ്ടി കടം തള്ളിവെക്കണമെന്ന് പറയുമ്പോൾ ജയ് ശ്രീരാം എന്നാണ് വിളിക്കുന്നത്. ഇന്ന് ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ എന്താ, ജയ് ശ്രീരാം എന്ന് തന്നെ അദ്ദേഹം പറയും. എല്ലാ കാര്യത്തിനും അദ്ദേഹം രാമന്റെ അമ്പലം, ജയ് ശ്രീരാം ഇങ്ങനെ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ആ കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കാനാണ് രാഹുൽജി ഇവിടെ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽജി രാമന്റെ അമ്പലം, അദ്ദേഹം ഒരു ശിവഭക്തനാന്ന് നിങ്ങൾക്ക് അറിയാലോ. അറിയാവോ നിങ്ങൾക്ക്? ഞാൻ അദ്ദേഹത്തിന്റെ ഫോട്ടോസ് പിന്നെന്താ, അത്രേ ഉള്ളൂ. ഡിബേറ്റ് കഴിഞ്ഞു. സർ, ഭക്തി എന്ന് പറയുന്നത് വേറെയാ, പക്ഷെ ഒരു നല്ല തലവന്റെ കടമ വേറെയാ. ഗൗരവ് ബാലവന്ത്, താങ്കളെ പറ്റി എന്താ പറയുന്നതെന്ന് വെച്ചാൽ രേവന്ത് റെഡ്ഡി വളരെ സന്തോഷത്തോടുകൂടി ഇഫ്താർ വിരുന്നിന് പോകുന്നുണ്ട്, പക്ഷെ ആ സന്തോഷത്തോടുകൂടി ക്ഷേത്രത്തിൽ എന്തുകൊണ്ട് പോകുന്നില്ലെന്ന്. അതുകൊണ്ടാണ് പറയുന്നത്. 2 ദിവസം മുമ്പ് ഞാൻ രാമന്റെ അമ്പലത്തിൽ പോയിട്ട് വന്നേ. അവിടെ ഗൗരവ് വല്ല മോഡിജി ആരും തന്നെ വന്നില്ല അങ്ങോട്ട്. അതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞിരുന്നു ഓപ്പണിംഗ് റിമാർക്സിൽ തന്നെ രേവന്ത് RSS കാരനാന്ന്, രേവന്ത് നിക്കർവാലയാന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ മസ്ജിദിലോട്ട് പോകുന്ന കാര്യമാണ് പറയുന്നത്. സോ ഈ കോൺട്രഡിക്ഷൻ ഒക്കെ എവിടുന്നായി വരുന്നത്? അതാണ് രേവന്ത് റെഡ്ഡി വലിയൊരു മിസ്റ്ററി ആയിരിക്കുന്നു. അദ്ദേഹം RSSനെയാണോ അതോ മുസ്ലിമിനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ 4 കോടി തെലങ്കാന ജനങ്ങളുടെ ചീഫ് മിനിസ്റ്ററാണ്. ഐ ആം ന്യൂട്രൽ. ഐ ആം നോട്ട് ബയാസ്ഡ്. ഐ ആം നോട്ട് ഗോയിങ് ടു ഡീവിയേറ്റ് ഫോർ എനിത്തിങ്. 2 കാര്യങ്ങളിൽ താങ്കളുടെ അഭിപ്രായം അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്.
ഈ DMKയുടെ ഒരു ലീഡർ ഉണ്ടല്ലോ, അതായത് ഉദയനിധി സ്റ്റാലിൻ. അദ്ദേഹം പറഞ്ഞത് സനാതന ധർമ്മം എന്നുള്ളത് ഡെങ്കു മലേറിയ പോലെയാണ്, അതുകൊണ്ട് അത് നമ്മളെല്ലാവരും ചേർന്ന് നശിപ്പിക്കണമെന്ന് പറയുന്നു. അത് ദ്രവിഡിയൻ മൂവ്മെന്റ്. മോഡിജിയെ പോലെ തന്നെയാ അവരും. ആരെങ്കിലും എതിർത്ത് സംസാരിച്ച് പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജസ് എടുക്കാമെന്നാ നോക്കുന്നത് അവര്. അതുപോലെ തന്നെയാണ് ഉദയനിധി സ്റ്റാലിനും മറ്റുള്ളവരെ എതിർത്ത് സംസാരിച്ചിട്ട് പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജസ് ഒക്കെ തനിച്ചെടുക്കാൻ നോക്കുന്നത്. ഈ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റിനെ അത് BJP ആയിക്കോട്ടെ ഇല്ലെങ്കിൽ DMKക്കാര് പറഞ്ഞതോ ആയിക്കോട്ടെ, ഇതുപോലത്തെ സംസാരത്തിനൊന്നും ഈ നാട്ടിൽ സ്ഥലവേ ഉണ്ടാവില്ല. താങ്കളുടെ വീഡിയോ ഞാനും കണ്ടു. താങ്കൾ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഗോമാതാവിന് പൂജ ചെയ്യുന്നു. താങ്കൾ ചെയ്തു. ഓഫീസിലേക്ക് പോകുന്ന ആദ്യ ദിവസം താങ്കൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് താങ്കൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഉദയനിധിക്കും രാജയ്ക്കും എന്താണ് പ്രശ്നം? രാജ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ രാമനെതിരാണ്, ഹിന്ദുയിസത്തിനെതിരായ ഉള്ളവരാണെന്ന്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ തെളിച്ച് പറയാൻ കേട്ടോളൂ രജത് ശർമ്മ സർ. ബൈ പ്രാക്ടീസ് ഞാനൊരു ഹിന്ദു ആണെന്ന് ഞാൻ സന്തോഷത്തോടെ പറയുന്നു. അതിന് ഞാൻ മുസ്ലിമിനെ എതിർത്തിട്ട ഒരാളാന്ന്, ഇല്ലെങ്കിൽ ക്രിസ്ത്യനെ എതിർത്ത ആളാന്ന്, ഇല്ലെങ്കിൽ സീക്കിനെ എതിർത്ത ഒരാളാന്നും അങ്ങനെ ഞാൻ ഒരാൾക്ക് എതിരായിട്ടുള്ള ഒരാളെ അല്ല. എന്റെ മതം, എന്റെ കൾച്ചർ എന്താന്ന് എന്റെ കുടുംബം പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ. അതാണ് ഞാൻ പഠിച്ചു വളർന്നതും. ഞാൻ അതാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതിലെന്താ തെറ്റുള്ളത്? അത് പേഴ്സണൽ പ്രാക്ടീസ്, ഇത് കുടുംബത്തിന്റെ പ്രാക്ടീസ്. പക്ഷേ രാഷ്ട്രീയത്തിലോട്ട് വരുമ്പോൾ നിങ്ങൾ ന്യൂട്രലായിട്ടാണ് ഇരിക്കേണ്ടത്. ഇക്കാര്യം താങ്കൾ DMKക്കാർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. നന്നായിട്ട് മനസ്സിലാക്കി തരും ഞാൻ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മനസ്സിലാക്കും. അവസാനമായി ഓഡിയൻസിൽ നിന്ന് ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? അയോധ്യയിൽ വലിയ രാമന്റെ ക്ഷേത്രം പണിതിട്ടുണ്ട്. നിങ്ങൾ ആ രാമന്റെ ക്ഷേത്രം കാണാനായി ചെല്ലുമോ? തീർച്ചയായിട്ടും ചാൻസ് കിട്ടിയാൽ ഞാൻ തീർച്ചയായിട്ടും പോവും. എനിക്കൊരു പ്രശ്നവുമില്ല. കാരണം എങ്ങനെ നോക്കിയാലും ഒരു 1000 വർഷം അമ്പലം അവിടെ തന്നെ എനിക്ക് കാണും. ചാൻസ് കിട്ടുമ്പോഴൊക്കെ തീർച്ചയായിട്ടും ഞാൻ അമ്പലത്തിലോട്ട് പോയിട്ട് വരും. ആദ്യം ഞാൻ നിങ്ങളെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാം. തെലങ്കാനയിലും ഭദ്രാചാര്യയില് രാമന്റെ അമ്പലമുണ്ട്. എല്ലാവരും പറ്റുമെങ്കിൽ ഒരു ദിവസം അങ്ങോട്ട് വന്നിട്ട് പോകൂ. രേവന്ത് റെഡ്ഡി സാർ, ഞങ്ങൾ താങ്കളുടെ എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെക്കുറിച്ചും പൊളിറ്റിക്കൽ ലൈഫിനെക്കുറിച്ചും നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്സിനെക്കുറിച്ചും പിന്നെ പാർട്ടിയെക്കുറിച്ചും താങ്കൾ എല്ലാ ചോദ്യങ്ങൾക്കും പേടിക്കാതെ വളരെ വ്യക്തമായ ഉത്തരമാണ് നൽകിയിരിക്കുന്നത്. ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയുടെ വിധിന്യായം എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് രേവന്ത് റെഡ്ഡിയോടാണ്. ഇപ്പോൾ നമ്മൾ ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ പ്രസിദ്ധ ജേർണലിസ്റ്റ് പങ്കജ് ബോറയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. രേവന്ത് റെഡ്ഡി സർ, നിങ്ങളുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റാരോപണങ്ങൾക്ക് നിങ്ങൾ തന്ന മറുപടികളും അതിനേക്കാളും വ്യക്തമായി നിങ്ങളുടെ പാർട്ടിയെപ്പറ്റി നിങ്ങൾ തന്ന വിശദാംശങ്ങളും ഇത് കാണുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന്റെ ചിന്തകളും അത് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ലൈഫും അദ്ദേഹത്തിന്റെ ഭാവിയും ഷേപ്പ് ചെയ്യുന്നു. ഒരുപക്ഷെ കോൺഗ്രസ് ഇന്ന് തെലങ്കാന ഭരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം രേവന്ത് റെഡ്ഡി സാർ തന്നെയാണ്. ഈയൊരു യാഥാർത്ഥ്യത്തെ ആപ്കി അദാലത്ത് സമ്മതിക്കുന്നു. രേവന്ത് റെഡ്ഡി സാറിനെ എല്ലാ കുറ്റാരോപണങ്ങളിൽ നിന്നും ഞാൻ മോചിതനാക്കുന്നു. പക്ഷേ ഇതിലൂടെ ഞാൻ പറയാൻ വരുന്നത് എന്താണെന്നാൽ അദ്ദേഹം എപ്പോഴും ജനങ്ങളുടെ കൂടെ നിൽക്കണം. അദ്ദേഹം ഭാവിയിൽ അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് മാത്രമല്ല ഇന്ത്യക്ക് മുഴുവനായിട്ട് സേവനം ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെ തന്നെ ഇദ്ദേഹം തെലങ്കാനയിലെ ജനങ്ങൾക്ക് സേവനം ചെയ്യും. പിന്നെ എപ്പോഴും ഇദ്ദേഹം തെലങ്കാനയിലെ ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്യും. അദ്ദേഹത്തിന് നമ്മുടെ ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വിചാരണ ഇതോടെ പൂർത്തിയാക്കുകയാണ്. വീണ്ടും പുതിയൊരു അതിഥിയോടൊപ്പം ഞാൻ നിങ്ങളെ വന്ന് കാണുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ നന്ദി.